ഒരു പെന്തക്കോസ് വിരോധിയായിരുന്ന എന്നെ ഇന്ന് മറ്റാരേക്കാളും എരിവോടെ ദൈവജനത്തിന്, ദൈവമക്കൾക്ക് എതിരെ പഠിപ്പിച്ചവനായിരുന്നു ഈ ഞാൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഈ വചനപ്രകാരമല്ല നമ്മൾ സ്നാനപ്പെട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയുമല്ല, ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ചൊല്ലിക്കൂട്ടുന്ന കൊന്തയില്ലേ, ക്രിസ്ത്യാനിയുടേതല്ല, വിജാതിയൻ്റെതാണത്. ഈ പുസ്തകത്തിന്റെ പേര് യേശുക്രിസ്തു എന്നാണ്. ഈ പുസ്തകം അനുസരിക്കുമ്പോൾ നീ ആരെയാ അനുസരിക്കുന്നേ? അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ക്രിസ്പിൻ അച്ഛനാണ്. ക്രൈസ്തവ ലോകത്തിന് ഏറെ സുപരിചിതനായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ്റെ ജീവിതാനുഭവം അനേക പ്രിയപ്പെട്ടവർക്ക് അറിയാം. തന്നെ കർത്താവ് വിളിച്ച് വേർതിരിച്ച കാലയളവ് മുതൽ ഇങ്ങോട്ട് ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളുടെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ ആരോട് പറഞ്ഞിട്ടില്ലാത്ത, ആർക്കും അറിയാത്ത ഒരുപാട് വ്യത്യസ്ത അനുഭവങ്ങൾ ഇന്ന് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. ആകയാൽ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ക്രിസ്പിൻ അച്ഛനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടിവിയുടെ പ്രേക്ഷകർക്കും സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗത്തിൽ നിന്നും സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത കർത്താവിൻ്റെ തിരുവചന സത്യമാണ് നമ്മൾ ക്രിസ്തുവിലേക്ക് സ്വതന്ത്രരാക്കിയത്. നമ്മളെ വിളിച്ച് വേർതിരിച്ച കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് സ്തോത്രയാഗം അർപ്പിച്ച് നമുക്ക് കർത്താവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആ തിരുവചന സത്യത്തിനായി നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ നിത്യന് പരിശ്രമ ഞങ്ങളുടെ സ്വർഗീയ ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു പ്രദോഷം കൂടെ കാണുവാനും അരോമ ടി വിയിലൂടെ ലോകത്തിൻ്റെ നാനാഭാഗത്തും അവിടുത്തെ പുത്രനെ ഉയർത്തുവാനും സ്വർഗത്തിൽ നിന്ന് സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്തിൻ്റെ വചനത്തിൻ്റെ ശ്രേഷ്ഠത ലജ്ജ കൂടാതെ, ഭയം കൂടാതെ അനേകരിലേക്ക് പ്രഘോഷിക്കപ്പെടുവാനും അവിടുന്ന് ടി വി മിനിസ്ട്രി എടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ദൈവദാസനും കുടുംബത്തിനുമായി സ്തോത്രം. അരോമ ടി വിയിലൂടെ തിരുവചനം ശ്രവിക്കുന്ന ഓരോ വിശുദ്ധ മക്കളെയും കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങളോട് സംസാരിക്കണം, അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശു നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ അതിനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇപ്പോൾ അരോമ ടി വി മിനിസ്ട്രിയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതേപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സന്തോഷത്തോടെ പറയാം, ഷാലോം, പീസ് ബി വിത്ത് യു. കർത്താവിൻ്റെ സമാധാനം കൂടെ ഇരിക്കട്ടെ. എൻ്റെ പേര് ക്രിസ്പിൻ. കൊച്ചിക്കാരൻ എൻ്റെ വീട്ടുപേരാണ്. എൻ്റെ വീട് ആലപ്പുഴ കാഞ്ഞിരഞ്ചിറ. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 12 മക്കളാണ്, ഒരു ഡസൻ. അപ്പച്ചനും അമ്മച്ചിയും ഞാൻ പറയുന്ന പോലെ പഴയ ഗവൺമെൻറ്റാണ്. ഇപ്പോഴത്തെ ഗവൺമെൻറ് നിയമപ്രകാരം നമുക്കൊന്നാണല്ലോ. ഞാൻ 7ാമനാണ്. ഞാൻ മാത്രമാണ് കർത്താവിൻ്റെ വേലക്കായിട്ട് പോയിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഇപ്പോൾ നിലവിൽ ഞങ്ങൾ 9 പേരാണ്. 3 പേര്, അതായത് 2 പെൺകുട്ടികൾ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഒരു 2 വർഷത്തിന് മുമ്പ് എൻ്റെ ഒരു സഹോദരൻ കാനഡയിലുള്ള കോശി ലോറൻസ് എന്ന് പറയും, അദ്ദേഹം രക്ഷിക്കപ്പെട്ടതിന് ശേഷം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ നിലവിൽ 9 പേര്. ബാക്കിയുള്ളവരെല്ലാം ആലപ്പുഴയിൽ തന്നെ താമസിക്കുകയാണ്. ഞാൻ പഠിച്ച സ്കൂള്, എൻ്റെ ചെറുപ്പത്തിലുള്ള സ്റ്റഡീസൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കന്യാസ്ത്രീകളുടെ ഒരു മഠം ഉണ്ടായിരുന്നു. അവിടെയാണ് 5ാം ക്ലാസ് വരെ പഠിച്ചത്. അതിന് ശേഷം ആലപ്പുഴ ലിയോ 13 ഹൈസ്കൂൾ, അവിടേക്ക് ആണ് ഞാൻ ചേർന്ന് പഠിച്ചത്.
10ാം ക്ലാസ് വരെ ഞാൻ അവിടെയാണ് പഠിച്ചത്. SSLC പരീക്ഷ പാസ്സായതിന് ശേഷമാണ് ഞാൻ സെമിനാരിയിൽ ചേരാനായിട്ട് തീരുമാനമെടുത്തത്. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ അത് മനസ്സിലാക്കുന്നത്, ഞാൻ എൻ്റെ ഈ കാനഡയിലുള്ള ലോറൻസ് ബ്രദർ, അദ്ദേഹം ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാ വെക്കേഷൻ ടൈമിന് അവിടെ ഈ കുട്ടികളെ കാറ്റക്കിസം പഠിപ്പിക്കുന്ന, അതായത് ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു സംഘം അവിടെ അടുത്ത വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് ഒരു ഇവാഞ്ചലിക് ചർച്ചുണ്ട്. അപ്പോൾ അവിടെ ബൈബിൾ പഠിപ്പിക്കാനായിട്ട് വെക്കേഷനിൽ കുട്ടികളെ കൊണ്ടുപോകായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ചേട്ടായി എന്നെ അവിടെ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫൈനൽ ക്ലാസ്സിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. കർത്താവ് വളർന്നു വരുമ്പോൾ കർത്താവിന് വേണ്ടി ജീവിക്കും എന്നുള്ളത്. അതൊക്കെ ഞാൻ പിന്നീട് എനിക്ക് ഓർമ്മ വരുന്നത്. അത് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റൊക്കെ നടത്തി അങ്ങനെ പോയി. പക്ഷെ പിന്നീടാണ് നമ്മൾ ഒരു കാര്യം ഓർക്കാനുള്ളത്, നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം കർത്താവ് അത് നോട്ട് ചെയ്യും. അതിൻ്റെ സമയമാകുമ്പോൾ കർത്താവ് അവനെ വളർത്തി വലുതാക്കും. അങ്ങനെ ആയിരുന്നു, അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാരിൽ ചേരാനായിട്ടുള്ള ഒരു പ്രേരണ എനിക്ക് ഉണ്ടായത്. അത് അങ്ങനെ ഒരു പ്രേരണ എനിക്ക് നൽകിയത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ആൻറ്റി വലിയ കത്തോലിക്ക ഭക്തയാണ്. ആൻറ്റി എന്നോട് പറഞ്ഞു, അപ്പോൾ എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് സാൽബി എന്നത്. സാൽബി, 10ാം ക്ലാസ് കഴിഞ്ഞല്ലേ, ഇനി ഒരു കാര്യം ചെയ്യ്, സെമിനാരിയിൽ ചേർന്ന് പഠിക്ക്. തുടർന്ന് പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ തന്നെ തുടരാം, അല്ലെങ്കിൽ PDC കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാം, ഒന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞ്. അപ്പോഴും ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിൻ്റെ സമയത്തൊക്കെ എന്നൊക്കെ പറയുന്നത് ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ഭയങ്കര പിടികിട്ടാത്ത ഒരു മകനായിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും കുരുത്തക്കേടിന് 1ാം സ്റ്റാൻഡേർഡ് 1ാം ക്ലാസ് എനിക്കായിരുന്നു. അപ്പം ഞാൻ ആ ഒരു അന്തരീക്ഷത്തിലാണ് വളർന്നത്. എന്നാൽ ഈ ആൻറ്റി പറഞ്ഞതിന് ശേഷം ആൻറ്റി എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ വാ, നമുക്ക് പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിക്കാം, ഇടവക അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിക്കാം. അങ്ങനെ എന്നെയും കൊണ്ട് ആൻറ്റി പോയി അച്ഛനോട് സംസാരിച്ചു. അച്ഛാ, സാൽബിക്ക് സെമിനാരി ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ട്, അവനെ നമുക്ക് സെമിനാരി വിട്ടാലോ എന്നൊരു സജഷൻ ആൻറ്റി കൊടുത്തു. ആൻറ്റിയുടെ മോൾ ഒരാൾ ഇപ്പോൾ കന്യാസ്ത്രീയാണ് മൈസൂരിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു ആൻറ്റി മുഖാന്തരം അച്ഛൻ്റെ റെക്കമെൻഡേഷനോടുകൂടി ഞാൻ കൊല്ലം തില്ലേരിപ്പള്ളിയിൽ, അവിടെയാണ് മൈനർ സെമിനാരി, കപ്പുച്ചിൻസിന് ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹമാണ് ഈ കപ്പുച്ചിൻ സഭയെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞാൻ ചേർന്നു. ഞാൻ ചേരുമ്പോൾ എൻ്റെ കൂടെ സെമിനാരിയിൽ ചേർന്നത് 25 പേരാണ്. 25 പേരായിരുന്നു. അങ്ങനെ സെമിനാരിയിൽ ഫസ്റ്റ് ഇയർ ലാറ്റിൻ ആൻഡ് ഇംഗ്ലീഷ്, അതിനുശേഷമാണ് PDCക്കുള്ള പഠനം തുടങ്ങുന്നത്. അങ്ങനെ അവിടുത്തെ കോഴ്സ് കഴിഞ്ഞു, PDC കഴിഞ്ഞു. അതിനുശേഷം പ്രീ നൊവിഷ്യേറ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. അത് ചെയ്യുന്നത് ഇവിടെ ബത്തേരി അൽവർണ എന്നും പറഞ്ഞൊരു ആശ്രമമുണ്ട്. ബത്തേരി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഒരു കപ്പുച്ചിൻ ആശ്രമമുണ്ട്. അവിടെയാണ് പ്രീ നൊവിഷ്യേറ്റ് കോഴ്സ് നടത്തുന്നത്. നൊവിഷ്യേറ്റ് എന്ന് പറയുമ്പോൾ ആ ഡ്രസ്സ് കിട്ടുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ബത്തേരി അൽവർണ ആശ്രമത്തിലാണ് ആ കോഴ്സ് നടത്തുന്നത്. അവിടെ ഞാൻ ചെന്നപ്പോൾ ഞങ്ങൾ ഈ 2 റൈറ്റ്സ് ഉണ്ട്. അത് ലാറ്റിൻ റൈറ്റാണ്, സിറിയൻ റൈറ്റ്. അന്ന് ഒരുമിച്ചായിരുന്നു, കമ്പൈൻഡ് ആയിരുന്നു സ്റ്റഡീസ് എല്ലാം.
അവിടെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഈ 25 എന്നുള്ളത് ഒരു 5 പേരായി. ബാക്കി എല്ലാവരും PDC കഴിഞ്ഞപ്പോൾ സെമിനാരി വിട്ടുപോയി. അങ്ങനെ പ്രീ നോവിഷ്യേറ്റ് കോഴ്സ് 1 ഇയറാണ്. അത് കഴിഞ്ഞാണ് നോവിഷ്യേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും ഒരു വർഷം റീജൻസി എന്നും പറഞ്ഞ്, അതായത് റീതിങ്കിങ് ആയിട്ട് ഒരു വർഷം കൂടി തരികയാണ്. അതിനുശേഷം അപ്പോൾ ആ റീതിങ്കിങ്ങിനുള്ള സമയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ നമ്മൾ പിന്നെ റീജൻ്റായിട്ട് ഒരു വർഷം നിൽക്കും. അതിനുശേഷം പോകുന്നത് ലൊരോറ്റ ആശ്രമം, മൂവാറ്റുപുഴ ലൊരോറ്റ ആശ്രമം. അവിടെയാണ് ഉടുപ്പ് കിട്ടുന്ന കോഴ്സ്, നോവിഷ്യേറ്റ് കോഴ്സ് എന്ന് പറയും. അവിടെ ഒരു വർഷമാണ് നോവിഷ്യേറ്റ്. അന്ന് അവിടെ നോവിഷ്യേറ്റിന് പോകുമ്പം എൻ്റെ കൂടെ ഈ 25-ൽ അവിടെ വരുന്നത് 2 പേരാണ്. അവിടെയും പ്രീ നോവിഷ്യേറ്റിൽ നിന്ന് ഒരു 2 പേര് പോയി, പിന്നെ ഞങ്ങൾ 2 പേരായി. അത് കഴിഞ്ഞ് ഈ ഉടുപ്പ് കിട്ടുന്ന കോഴ്സ് കഴിഞ്ഞ് നോവിഷ്യേറ്റാണ്. അവിടെയാണ് ഫസ്റ്റ് പ്രൊഫഷൻ എടുക്കുന്നത്. അതായത് 3 വൗസ്: ചാസ്റ്റിറ്റി, പോവർട്ടി ആൻഡ് ഒബീഡിയൻസ്. ഈ കപ്പുച്ചനച്ചന്മാരുടെ അരയിൽ ഈ കാപ്പിപ്പൊടി അച്ഛൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഈ കാപ്പിപ്പൊടി ഉടുപ്പായിരുന്നു. അതിൽ അരയിലൊരു ചരടുണ്ട്. ഈ ചരടിൻ്റെ അറ്റത്ത് 3 കോടുണ്ട്, കെട്ട്. ഈ 3 കെട്ട് സൂചിപ്പിക്കുന്നത് ഈ 3 വ്രതത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അവിടുന്ന് നോവിഷ്യേറ്റ് കോഴ്സ് കഴിഞ്ഞ് വീണ്ടും ഒരു വർഷം കൂടെ റീജൻസി ഉണ്ട്. റീതിങ്കിങ്, മുന്നോട്ട് പോകണോ എന്ന് ആ ഒരു വർഷം റീജൻസി ആയിരുന്നു. അതിനുശേഷം അടുത്ത കോഴ്സിലേക്ക് പോകുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ കാൽവരി ആശ്രമം, പൂത്തോളം എന്ന് പറയും, തൃശ്ശൂർ പൂത്തോളം. അവിടെയാണ് കാൽവരി ആശ്രമം. അവിടെയാണ് ഫിലോസഫി പഠിപ്പിക്കുന്നത്. 3 ഇയേഴ്സ് കോഴ്സാണ്. ഫിലോസഫിക്ക് ഞാൻ ചെല്ലുമ്പോൾ, ഞാൻ ലാറ്റിൻ കോഴ്സിൽ സ്റ്റാർട്ട് ചെയ്ത് 25-ൽ നിന്ന് അവിടെ ഫിലോസഫിക്ക് ചെല്ലുമ്പം ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. ആ ഫിലോസഫി അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഫിലോസഫി, തർക്കശാസ്ത്രം അവിടെയാണ്. അതിൻ്റെ കൂടെയാണ് ഞങ്ങൾ BA എടുക്കുന്നത്. ഞാൻ ഫിലോസഫി BA ആണ് എടുത്തത്. അതിനുശേഷം വീണ്ടും ഒരു വർഷം കൂടി റീതിങ്കിങ്ങിന് തരികയാണ്, റീജൻസി. വീണ്ടും ഇനി തുടർന്ന് മുന്നോട്ട് പോകണോ? അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് പ്രീസ്റ്റ്ലി ടീച്ചിങ് ആണ്, തിയോളജി പഠിക്കാനുള്ള കോഴ്സാണ്. അത് 4 ഇയേഴ്സ് കോഴ്സാണ്. അങ്ങനെ അവിടുന്ന് അടുത്തതായിട്ട് മൂവ് ചെയ്യുന്നത് കോട്ടയം തെള്ളകം കപ്പുച്ചിൻ ആശ്രമം. അവിടെയാണ് ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത്. അത് 4 വർഷമാണ് അവിടുത്തെ പഠനം. അതിനായിട്ട് പോയപ്പം ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. എന്നുവെച്ചാൽ ലാറ്റിൻ റൈറ്റ് ചെയ്യുന്ന ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. എൻ്റെ ബാച്ചിൽ സിറിയൻസ് ഗ്രൂപ്പിൽ കുറേ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ തിയോളജിയേറ്റ് എന്ന് പഠിച്ചിറങ്ങുമ്പം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു. 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞപ്പോൾ തിരിച്ച് ഞങ്ങൾ കപ്പുച്ചിൻ പ്രൊവിൻഷ്യലേറ്റ് പൊന്നുരുന്നിയാണ്. എറണാകുളം പൊന്നുരുന്നിയിലാണ് കപ്പുച്ചിൻ ആശ്രമം. അവിടെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തിയോളജിയേറ്റിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ ഒരു അച്ഛനുമായിട്ട് ഒരു വിഷയമുണ്ടായി. അതായത് ഇന്നർ പൊളിറ്റിക്സ് ആയിരുന്നു. അതിൽ ചിലർ എനിക്കെതിരെ പ്രവർത്തിച്ചു. അങ്ങനെ എന്നെ പട്ടം തരാതെ ഡീപ്രൊമോട്ട് ചെയ്ത്. അതായത് അത് അകത്തുള്ള പൊളിറ്റിക്സാണ്. എന്നിട്ട്
അവിടെ സിറിയൻ റൈറ്റിൽ നിന്ന് ആ ആശ്രമത്തിൽ നിന്ന് എന്നെ കപ്പുച്ചൻ ആശ്രമത്തിലേക്ക് ഇവിടെ ഞങ്ങളുടെ ലാറ്റിൻ പ്രോവിൻസിലേക്ക് മാറ്റുകയാണ്. അവിടെ 2 വർഷം ഓർഡിനേഷന് പ്രിപ്പറേഷനായിട്ട് 2 വർഷം നിൽക്കേണ്ടതായിട്ട് വന്നു. ഇതിൻ്റെ എല്ലായിടത്തും ഈ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതേപോലെ അനീതി കണ്ടാൽ സംസാരിച്ചു പോകും. അങ്ങനെ ചില വിഷയങ്ങളിൽ സംസാരിക്കേണ്ടതായിട്ട് വന്നു. അവിടെയും വീണ്ടും ഓർഡിനേഷൻ്റെ സമയമായപ്പം ഈ ഇവാലുവേഷനുണ്ട്. ഇവാലുവേഷൻ്റെ സമയത്ത് 2 അച്ഛന്മാർക്ക് എന്നോട് വൈരാഗ്യമുണ്ടായി. അവർ പറഞ്ഞു ക്രിസ്തുവിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും 1 വർഷം കൂടി എന്നെ പ്രൊമോട്ട് ചെയ്തു. അപ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും എൻ്റെ സ്വന്തം കാര്യത്തിന് ഇടപെടത്തില്ല. അനീതി എവിടെ കാണുന്നോ അതിൽ ഞാൻ സംസാരിച്ചിരിക്കും. അത് ആരാണെന്ന് ഞാൻ നോക്കത്തില്ല. പക്ഷേ അത് എൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വലിയ ഒരു തടസ്സമായി. അങ്ങനെ എനിക്ക് ഭയങ്കര നിരാശയായി. അങ്ങനെ കാരണം എൻ്റെ ജൂനിയേഴ്സ് എല്ലാം ഓർഡിനേഷൻ സ്വീകരിച്ച് പോകുമ്പം 1-2 ജൂനിയേഴ്സിൻ്റെ ഓർഡിനേഷന് കൊയറിന് ഞാൻ ഗിറ്റാർ വായിച്ച് ഇരിക്കുക കൊയറിൽ. അപ്പോൾ ആ സമയത്ത് എൻ്റെ എല്ലാവരും കുർബാന ചൊല്ലുന്നു, ഞാൻ മാത്രമേ ഇങ്ങനെ ഗിറ്റാർ വായിച്ചിട്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു. അങ്ങനെ നിരാശ എന്നെ പിടിവിട്ടു. ഞാൻ എടുത്ത തീരുമാനം, എന്നോട് വൈരാഗ്യമുണ്ടായ എല്ലാ വ്യക്തികളോടും പകരം വീട്ടാനായിട്ട് ഞാൻ എടുത്ത തീരുമാനം, പൊന്നുരുന്നി കപ്പുച്ചൻ ആശ്രമത്തിൽ പള്ളിയുടെ നടുവിൽ തൂങ്ങിച്ചാകുക എന്നുള്ളത്. അങ്ങനെ ആ ദുരാത്മശക്തിയാൽ പിടിപെട്ട് ഞാൻ തൂങ്ങിച്ചാകാനായിട്ട് കയറും എടുത്ത് എൻ്റെ മുറിയിൽ എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുക ഞാൻ. അങ്ങനെ ഞാനിങ്ങനെ എനിക്ക് എൻ്റെ വ്യക്തിപരമായ പ്രശ്നമുണ്ടെങ്കിൽ ഞാനൊരു കൗൺസിലറല്ല. ഈ ഗ്രൂപ്പിൻ്റെ ഈ കപ്പുച്ചൻ റിട്രീറ്റുണ്ട്. അപ്പോൾ അതിന് ചില സമയത്തൊക്കെ ചിലയിടത്ത് എന്നെ ധ്യാനിപ്പിക്കാനൊക്കെ വിളിക്കുമായിരുന്നു. അങ്ങനെ കൗൺസിലിങ്ങിന് ആൾക്കാർ എൻ്റെ അടുത്ത് വരുമായിരുന്നു. ഞാൻ മറ്റുള്ളവർക്ക് ആശ്വാസവാക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു അഗ്നിപർവ്വതമായിട്ട് ജീവിക്കാൻ. അങ്ങനെ അവസാനം മനസ്സ് മടുത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. കയറും എടുത്ത് ഞാൻ എൻ്റെ മുറിയിൽ എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. 2-3 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്. ഞാൻ ആശ്രമത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ ചിരിപ്പിക്കും. ഐ മേക്ക് എവറി വൺ ഹാപ്പി. ഞാൻ ആശ്രമത്തിലുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ 2-3 ദിവസമായിട്ട് ഞാൻ മിണ്ടുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടുണ്ട്, ലൂഷ്യസ് എന്ന് പറയും. ആ അച്ഛൻ ചോദിച്ചു, എടാ നീ എന്താ മിണ്ടാത്തെ, നീ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. ഞാൻ നോ നത്തിങ് എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഈ എൻ്റെ റൂമിൽ ഞാൻ മേശപ്പുറത്ത് ഇങ്ങനെ കൈകുത്തി ഇങ്ങനെ തലയും കുമ്പിട്ട് ഇരിക്കുകയാണ്, എല്ലാവരും ഉറങ്ങാൻ വേണ്ടി പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങുമ്പോൾ 11:30-12 മണിയൊക്കെ ആവും. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ കാണുന്ന ഒരു സ്വപ്നം, ഞാൻ ഒരു പള്ളിയിൽ ഇങ്ങനെ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഒരു ഭയങ്കരമായൊരു പ്രകാശം, അതിപ്പോഴും എനിക്ക് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കരമായ പ്രകാശം. അപ്പം ഞാൻ ആൾക്കാരോട് വിളിച്ചു പറയണം, നീ സജീവനായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറ, സജീവനായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറ. ഞാനിങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു.
കണ്ണു തുറന്ന് നോക്കിയപ്പോൾ 3 മണി. അപ്പം ഞാൻ തൂങ്ങിച്ചാകാനുള്ള ചരട് എടുത്തു വെച്ചുകൊണ്ടിരിക്കുക, കയർ. ഞാൻ പെട്ടെന്ന് എന്തുകൊണ്ട് ഞാനിങ്ങനെ കണ്ടു, ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു. എൻ്റെ മേശപ്പുറത്ത് തന്നെ ഒരു വചനപ്പെട്ടിയുണ്ട്. മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ച വചനപ്പെട്ടി. അതിൻ്റെ അകത്തുനിന്നൊരു വചനമെടുത്ത്, എന്താ ഇതിൻ്റെ, എന്തുകൊണ്ട് ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ കർത്താവ് പറയാണ്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റെ സ്വന്തം. ഞാനൊരു കുഞ്ഞിനെ പോലെ മുട്ടയിൽ നിന്ന് കരയാൻ തുടങ്ങി. ഞാൻ എടുത്ത തീരുമാനവും ദൈവം എനിക്ക് തന്ന വചനവും. ഞാൻ കുഞ്ഞിനെ പോലെ നിന്ന് കരയാൻ തുടങ്ങി. വീണ്ടും ഒരു വചനം കൂടെ എടുത്തു. ആ വചനത്തിൽ കർത്താവ് സംസാരിച്ചത്, നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ. നേരം വെളുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ആശ്രമത്തിൽ ഏറ്റവും പ്രായമുള്ള ഒരു ഇമ്മാനുവൽ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഏതെങ്കിലും വിധത്തിൽ അച്ഛനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പം അച്ഛൻ പറയണേ, ആഹാ, അപ്പം മുട്ടുമടക്കുമല്ലേ. നമ്മൾ ഐ ആം സോറി അച്ഛ, ഞാൻ അങ്ങനെ ഇന്നേ അവരാരടുത്തും പറഞ്ഞിട്ടില്ല. വേറൊരു പുരോഹിതൻ കൂടെ ഉണ്ടായിരുന്നു, സുനിൽ എന്ന് പറയും. അദ്ദേഹത്തോട് ഭയങ്കര അടിയായിരുന്നു, ഫിസിക്കലായിട്ടല്ല, വാക്ക് പോര്. അദ്ദേഹമായിട്ട് ഞാൻ വഴക്കിടാൻ കാരണം, അദ്ദേഹം മുഖാന്തരം ഒരു 3-4 കുട്ടികളെ ആശ്രമത്തിൽ നിന്ന് പറഞ്ഞു വിട്ടു. അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇദ്ദേഹത്തെ എന്തോ തെറ്റ് ചെയ്തിട്ട് ആശ്രമത്തിൽ പറഞ്ഞു വിട്ടിട്ട് വീണ്ടും എടുത്ത് പുള്ളി ഇപ്പോൾ സുപ്പീരിയർ. ഞാൻ പറഞ്ഞു, പഴയതൊന്നും മറന്നു പോകരുത്, കുഞ്ഞുങ്ങളോട് അങ്ങനെ കാണിക്കരുത്, അവരോട് ക്ഷമിക്കുക. പക്ഷേ അത് എനിക്ക് വിനയെ 1 വർഷം എന്നെ പ്രൊമോട്ട് ചെയ്ത് ആ ഒരൊറ്റ കാരണത്താൽ. അങ്ങനെ സുനിലിനോട് മാപ്പ് പറഞ്ഞ്. അപ്പോൾ ഈ സുനിലിനോട് ചോദിക്കാം, തനിക്കെന്നാ പറ്റിയോടൂ, താൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നില്ല. അപ്പം അച്ഛാ, ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ ആ ഒരു സ്വപ്നമാണ് എന്നെ ഇന്നും ജീവിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ദർശനം എനിക്കില്ലായിരുന്നെങ്കിൽ എന്നെ പിശാച് കൊണ്ടുപോയാനും. അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ എന്നെ പ്രൊമോട്ട് ചെയ്ത് പട്ടത്തിന് വേണ്ടി പൗരോഹിത്യം സ്വീകരിക്കാനായിട്ട്. എല്ലാത്തിനും ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. സഹനത്തിൻ്റെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. അത് എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നെ ദൈവം മോശയെ ട്രെയിൻ ചെയ്തതുപോലെ, ഫോം ചെയ്തതുപോലെ ദൈവം എന്നെ മോൾഡ് ചെയ്യുകയായിരുന്നു. അങ്ങനെ മരിച്ചുപോയ കൊർണേലിയസ് ബിഷപ്പാണ് എനിക്ക് ഓർഡിനേഷൻ തന്നത് 1993. സ്തോത്രം. അതിനുശേഷം ഞാൻ ധ്യാനഗുരുവായിട്ട് വിവിധ പള്ളികളിൽ കപ്പുച്ചിൻ മിഷൻ്റെ റിട്രീറ്റ് ബാൻഡുണ്ട്.
അതിൻ്റെ ലീഡറായിട്ട് സഭ എന്നെ നിയോഗിച്ചു. അങ്ങനെ ഞാൻ കേരളത്തിൻ്റെ പല ലാറ്റിൻ രൂപത പള്ളികളിലും കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ പള്ളികളിൽ ധ്യാനിപ്പിക്കാൻ പോവുക പതിവായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ അന്ന് കിട്ടിയ കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ ഒരു പക്ക പെന്തക്കോസ് വിരോധിയായിരുന്നു. അങ്ങനെ ഞാൻ ധ്യാനിപ്പിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിരുന്നത് പെന്തക്കോസ് സഭകളെയാണ്. ഞാൻ പള്ളിയിൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് UK - 4 പള്ളികളിൽ ധ്യാനിപ്പിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചു. അങ്ങനെ ധ്യാനത്തിന് ഞാൻ പോയി. അവിടെ ഈസ്റ്റ് ഹാം എന്ന് പറയുന്ന ഒരു പള്ളിയിൽ ധ്യാനം കഴിഞ്ഞ് ഒരു വീട്ടിൽ ഡിന്നറിനായിട്ട് എന്നെ ക്ഷണിച്ചു. ഞാൻ ഡിന്നറിനായിട്ട് പോയി. അവരെന്നെ ക്ഷണിക്കാൻ കാരണം അവരുടെ വീട്ടിൽ നിന്ന് ഒരു മകൻ പെന്തക്കോസ് അനുഭവത്തിൽ പോയിട്ടുണ്ട്. അവനുമായിട്ട് സംസാരിച്ച് എന്നെ കൊണ്ട് സംസാരിച്ച് അവനെ തിരിച്ചു കൊണ്ടുവരാനാണ് എന്നെ അങ്ങോട്ട് ക്ഷണിച്ചത്. അങ്ങനെ ഞാൻ പോയി. നല്ലൊരു ഡിന്നർ എനിക്ക് തന്ന്. ഈ ഡിന്നർ കഴിഞ്ഞ് ഈ വീട്ടിലെ മകൻ ഒരു ചെയർ വലിച്ചിട്ട് എൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് എന്നോട് പറഞ്ഞു, ഫാദർ ലുക്ക് അറ്റ് മൈ ഫേസ്. അച്ഛാ, എൻ്റെ മുഖത്ത് നോക്കൂ. ദർ ഈസ് എ മെസ്സേജ് ഫോർ യു. അച്ഛനൊരു ദൂതുണ്ട്. അപ്പം അന്ന് ആ സമയത്ത് ഈ ദൂതെന്നൊക്കെ പറയുന്നത് പെന്തക്കോസ്തക്കാരുടെ ഒരു ബോംബാണ്. ഞാൻ പറഞ്ഞു, കമാ യു സേ വാട്ട് ഇറ്റ് ഈസ്. എന്താ ദൂത്? യോഹന്നാൻ John's Gospel chapter 8 verses 31 and 32. Do you know what it is? അവരെല്ലോട് ചോദിക്കണം, അച്ഛൻ ഇതറിയാം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, come on, you say what it is. ശരിക്കും അന്ന് ഞാൻ ആ വചനം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. എന്നോട് പറയണേ, one day you will come to know this truth and this truth will set you free. ഒരിക്കൽ അച്ഛൻ ഈ സത്യം അറിയും. അച്ഛനെ ഈ സത്യം സ്വതന്ത്രനാക്കും. എന്നിട്ട് ഇവൻ ഇരുന്നുകൊണ്ട് എൻ്റെ മുൻപിലിരുന്ന് വചനം പറയുക. I couldn't open my mouth. എൻ്റെ വാ തുറക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഈ മകൻ എൻ്റെ ഫ്രണ്ടിലിരുന്ന് വചനം പറയുന്നത്. ഈ കുടുംബക്കാരെല്ലാം എൻ്റെ വായിട്ട് നോക്കിയിരിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഇവനെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളത്. I am not able to open my mouth. എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലേ. ഏട്ടാ അവൻ പറഞ്ഞു, ടേക്ക് ഇറ്റ് ആസ് എ മെസ്സേജ്. ഒരു ദൂതായി അച്ഛൻ ഇത് എടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒന്നും ഇടാൻ പറ്റില്ലേ. ഞാനിങ്ങ് തിരിച്ചു പോകുന്നു. അതിനുശേഷം 2000 വലിയതുറ പള്ളിയിൽ, ട്രിവാൻഡ്രം വലിയതുറ പള്ളിയിൽ, ഞാൻ ആ പള്ളിയിൽ 4 പ്രാവശ്യം ധ്യാനിപ്പിച്ചിട്ടുണ്ട്. വേളാങ്കണ്ണി മാതാവിൻ്റെ കുരിശടിയിലെ തിരുനാളിന്. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ധ്യാനം എന്ന് പറയുമ്പോൾ ജനത്തിന് ഒരു ഹരമാണ്. കൂടുതലും ഈ യുവാക്കൾക്കാണ് ഹരം. ഈ പാട്ട് കൂടെ ഉള്ളത് കൊണ്ട് അവർ വരുമ്പോൾ തന്നെ അച്ഛാ ഇന്ന പാട്ട് പാടണേ ഭയങ്കര ഇഷ്ടമാണ്. തന്നെയല്ല ഈ ധ്യാനിപ്പിക്കുമ്പം ഉറങ്ങാൻ സമയം കിട്ടത്തില്ല. സാധാരണ അങ്ങനെയല്ലേ അത്യാവശ്യം തൂക്കാൻ വേണ്ടി ആൾക്കാർ വരുമല്ലോ ഇരുന്നുറങ്ങാൻ. അപ്പോൾ ആർക്കും ഉറങ്ങാൻ സമയം കിട്ടില്ല. അപ്പോൾ സമയം പോകണമെന്ന് അറിയത്തുമില്ല. അങ്ങനെ 4-ാം പ്രാവശ്യം ഞാൻ
വേളാങ്കണ്ണി മാതാവിൻ്റെ കുരിശടിയിൽ ധ്യാനിപ്പിക്കാൻ 3 പ്രാവശ്യം ഞാൻ ചെന്ന് പെന്തക്കോസിൽ പോയവരെ, പെന്തക്കോസിനെതിരെ ഞാൻ സംസാരിച്ചു. അപ്പോൾ ആ വേളാങ്കണ്ണി മാതാവിൻ്റെ കുരിശടി അതിൻ്റെ അടുത്ത് ഒരു ചർച്ച് ഓഫ് ഗോഡുണ്ട്. അങ്ങോട്ട് പള്ളിയിൽ നിന്ന് കുറേ സഹോദരങ്ങൾ പെന്തക്കോസിൽ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പഠിപ്പിക്കലനുസരിച്ച് ഞാൻ പഠിപ്പിച്ചതിങ്ങനെ, പെന്തക്കോസക്കാരോട് മിണ്ടരുത്. ഈ കറുത്ത പുസ്തകമായിട്ട് ആര് വീട്ടിൽ വരുന്നോ, കറുത്ത പുസ്തകം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കവർ വീട്ടിൽ കയറ്റരുത്, അത് പാസ്റ്റർമാരെ വീട്ടിൽ കയറ്റരുത്. അവരമ്മയില്ലാത്ത മക്കളാണ്. പെന്തക്കോസ്തക്കാർ സംഘടിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ പോയാൽ സഭയെന്ന് പുറത്താക്കും. അതായിരുന്നു എൻ്റെ ടീച്ചിങ്. അങ്ങനെ പലരെയും വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്, പള്ളിയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ അറിയുന്നത് പെന്തക്കോസ് അനുഭവത്തിൽ വന്നതിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ കൺവെൻഷൻ ചെല്ലുമ്പോഴാണ്. പെന്തക്കോസ് അനുഭവത്തിൽ പള്ളിയിലായിരുന്നത് പെന്തക്കോസ് അനുഭവത്തിൽ വന്ന് അവരുടെ ചർച്ചിൽ ഞാൻ ചെന്നപ്പോഴാണ് അവർ വന്ന് ചോദിക്കും, ഓർമ്മയുണ്ടോ ഈ മുഖം? അച്ഛൻ പഠിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളെയൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി പള്ളിയിൽ നിന്ന് പേര് വെട്ടി. പക്ഷേ ഇപ്പോൾ അച്ഛൻ ഈ പെന്തക്കോസ് അനുഭവത്തിലാണെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. അങ്ങനെ 4-ാം പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോൾ ഈ പള്ളിയിലുള്ള 2 സഹോദരങ്ങൾ, അവർ കടലിൽ മീൻ പിടിക്കാൻ വന്ന ചെറുപ്പക്കാരാണ്. എന്നോട് വന്നിട്ട് പറഞ്ഞു, ക്രിസ്പനച്ച, കഴിഞ്ഞ 3 വർഷം അച്ഛൻ വന്ന് ഞങ്ങളെ ഉപദ്രവിച്ച്, ഞങ്ങൾ പെന്തക്കോസ്തക്കാരെ അച്ഛൻ്റെ വാക്കിൽ പറഞ്ഞ ഞങ്ങളെ കീറി. ഇത് അച്ഛൻ്റെ ഒടുക്കത്തെ കീറലാണ്. ഞാൻ ചോദിച്ചു, അതെൻ്റെ അച്ഛൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും, ഉപവസിച്ച് പ്രാർത്ഥിക്കും. അച്ഛനൊരു കറ തീർന്ന പെന്തക്കോസ് അച്ഛനാകും. അച്ഛനുള്ള ദൂത്, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങൾ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പോൾ ഈ ദൂത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചിന്ത അങ്ങ് ലണ്ടനിൽ പോയി. ഇല്ല, അവിടെ ചെന്നപ്പോഴാണല്ലോ അവനും ഇത് തന്നെ പറഞ്ഞു. അപ്പോൾ ലണ്ടനിൽ കിടക്കുന്നവനും തിരുവനന്തപുരത്ത് കിടക്കുന്നവനും പറയുന്നത് ഒരേ ദൂത്. ലണ്ടനിൽ ദൂത് പറഞ്ഞവൻ നല്ല വിദ്യാഭ്യാസമുള്ളവനായിരുന്നു. ഇവിടെ എന്നോട് ദൂത് പറഞ്ഞത് ഹൗ ടു ഫിഷ്, എങ്ങനെ മത്സ്യം പിടിക്കാം എന്നുള്ള ആ ഒരു വിദ്യാഭ്യാസമായിരുന്നു ആ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞത്, ഞാൻ അവരോട് പറഞ്ഞ്, ഈ പെന്തക്കോസിൽ കത്തോലിക്ക സഭയിലെ ഏതെങ്കിലും ഒരു അച്ഛനെ കൊണ്ടുവരാമെങ്കിൽ ഞാനും വരാമെന്ന് പറഞ്ഞു. എൻ്റെ ആ വെല്ലുവിളി കർത്താവ് ഏറ്റെടുത്തു. സ്തോത്രം. 2000-ൽ ഈ പെന്തക്കോസ് അനുഭവത്തിൽ കർത്താവിനെ കൊണ്ടുവരികയാണ്. സ്തോത്രം. കർത്താവിൻ്റെ തിരുവചന പ്രകാരം നമ്മളാരും ക്രിസ്ത്യാനിയായിട്ട് ജനിക്കുന്നതല്ല, ജനിപ്പിക്കുന്നതാണ്. തെളിവ് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം 16-ാം തിരുവചനം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. നിങ്ങൾ അതെ, യു ചോസ് മീ നോട്ട് ബട്ട് ഐ ചോസ് യു. നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. ഇതാണ് പെന്തക്കോസ് അനുഭവം എന്ന് പറയുന്നത്. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്താൽ മാത്രമേ നമ്മൾക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ കഴിയുള്ളൂ. നമ്മളാണ് കർത്താവിനെ തിരഞ്ഞെടുക്കുന്നെങ്കിൽ നമ്മുടെ തോന്നിവാസമേ നമ്മൾ ചെയ്യുള്ളൂ.
But if you are chosen by Jesus, you will do his will only. നമ്മൾ അവൻ്റെ ഇഷ്ടം മാത്രമേ ചെയ്യുള്ളൂ. സ്തോത്രം. ഒരു പെന്തക്കോസ് വിരോധിയായിരുന്ന എന്നെ ഇന്ന് മറ്റാരേക്കാളും ദൈവമക്കൾക്ക് എതിരായി എരിവോടെ പെന്തക്കോസിന് വിരോധമായി ഈവൻ ജോസഫ് പുത്തമ്പുരക്കലിനേക്കാളും ഡാനിയൽ പൂവണ്ണത്തിനേക്കാളും എരിവോടെ ദൈവജനത്തിന് ദൈവമക്കൾക്ക് എതിരെ പഠിപ്പിച്ചവനായിരുന്നു ഈ ഞാൻ. ബട്ട് എൻ്റെ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് എൻ്റെ മേൽ വന്നപ്പോൾ ആ മൂടുപടം മാറി. മതം കെട്ടിയ ഒരു മൂടുപടമുണ്ട്, അത് മാറുന്നത് ക്രിസ്തു നമ്മളെ തൊടുമ്പോഴാണ്. The divine touch, the touch of the divine master. സ്തോത്രം. ആ സ്പർശനം, ആ തെരഞ്ഞെടുപ്പ് എഫെസ് ലേഖനത്തിലുണ്ട്. എഫെസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. എപ്പോൾ? ലോകസ്ഥാപനത്തിന് മുമ്പേ. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്നതിന് മുമ്പേ, ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ജനിക്കുന്നതിന് മുമ്പേ അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. അങ്ങനെയെങ്കിൽ നിൻ്റെ മേൽ അധികാരം ഈ ഭൂമിയിൽ ആർക്കുമല്ല, നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിനാണ് നമ്മുടെ മേൽ അധികാരം. സ്തോത്രം. എന്നാൽ അപ്രകാരമുള്ള ഒരു തെരഞ്ഞെടുപ്പിന് നമ്മുടെ ഹൃദയം കൊടുക്കുമ്പോൾ അവിടെയാണ് ദ കോസ്റ്റ് ഓഫ് ഡിസൈബിൾഷിപ്പ് എന്ന് പറയുന്നത്. ശിഷ്യത്വത്തിൻ്റെ വില എന്തെന്ന് പറയുന്നത്, ഇറ്റ്സ് വെരി ഈസി ടു സേ ഐ ആം എ ക്രിസ്ത്യൻ. ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. പക്ഷെ അത് ജീവിക്കാനാണ് വില കൊടുക്കേണ്ടത്. സ്തോത്രം. എൻ്റെ നാമത്തെ പ്രതി അവർ നിന്നെ അവഹേളിക്കും, ഇല്ലാവചനങ്ങൾ പറയും. അതാണ് കുരിശ്. കുരിശെന്ന് പറയുന്നത്, ടേക്ക് അപ്പ് യുവർ ക്രോസ് എന്ന് പറയുന്നത് മരം കൊണ്ടുള്ള കുരിശല്ല, മരണമാണ്. മറ്റുള്ളവരുടെ മരണമല്ലല്ലേ ടേക്ക്, അടുത്തിരിക്കുന്നവൻ്റെ കുരിശെടുത്തുകൊണ്ട് പോകാന്നല്ല പറഞ്ഞത്. ടേക്ക് അപ്പ് യുവർ ഓൺ ക്രോസ്. കർത്താവിനെ രക്ഷകനാഥനായി സ്വീകരിക്കുമ്പോൾ ഒരു പീഡനമുണ്ട്. സ്തോത്രം. അത് ശരിക്കും ഞാൻ അനുഭവിച്ചത് എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുത്തപ്പോഴാണ്. സ്തോത്രം. പെന്തക്കോസ് വിരോധിയായിരുന്ന എന്നെ ഈ പുസ്തകം പിടിപ്പിച്ചത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഈ പെന്തക്കോസ് അനുഭവത്തിൽ വരുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ച് കേൾപ്പിക്കും. പക്ഷേ മൂന്നാമതൊരു കാര്യമുണ്ട്. എവിടെയാണത്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. വെളിപ്പാട് 1:3. ഈ പ്രവചനത്തിൻ്റെ വാക്കുകൾ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. കോടിക്കണക്കിന് ജനങ്ങൾ ക്രിസ്ത്യാനികളാണ് ഈ ഭൂമിയിൽ. പക്ഷേ ക്രിസ്തുവിനെ അനുസരിക്കുന്നവർ വിരളമാണ്. വചനം കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം വരുമ്പോഴാണ് അവർ നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കും, അവർ നിന്നെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കും. മൂന്നാമത്തെ കാര്യമാണ് ചെയ്യേണ്ടത്. പ്രമാണിക്കണം. ഇഫ് യു ലവ് മീ യു വിൽ ഒബേ മൈ കമാൻഡ്മെൻറ്റ്. നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളെൻ്റെ വചനമനുസരിക്കും.
കൽപ്പന അനുസരിക്കും. ഇറ്റ്സ് വെരി ഈസി ടു സേ ജീസസ് ഐ ലവ് യു, കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇറ്റ്സ് വെരി ഈസി, വളരെ എളുപ്പമാണ് അങ്ങനെ പറയാൻ. കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ഈ വചനം എടുക്കുന്ന നിന്റെ സഹോദരനെയോ സഹോദരിയോ അപ്പനെയോ അമ്മയോ നീ വെറുക്കുന്നെങ്കിൽ യു ആർ നോട്ട് എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. നീ ക്രിസ്ത്യാനിയല്ല, ക്രിസ്തുമായി യാതൊരു ബന്ധവുമില്ല. സ്തോത്രം. അങ്ങനെ പെന്തക്കോസ് വിരോധിയായിരുന്ന എൻ്റെ ഈ കണ്ണ് പരിശുദ്ധാത്മാവ് തുറന്നു തരുന്നത് ഞാൻ കണ്ണൂർ ത്തിലായിരിക്കുമ്പോൾ അവിടെ പുതിയ തെരുവെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കത്തോലിക്ക സഭയിൽ ആലപ്പുഴ രൂപതയിൽ പുരോഹിതനായിരുന്ന ഒരു ദൈവദാസൻ, അച്ഛൻ്റെ പേരാണ് റാഫി. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് കരിസ്മാറ്റിക്കൽ, അതായത് ആലപ്പുഴ കരിസ്മാറ്റിക് കൺവെൻഷനിൽ അച്ഛനായിരുന്നു കൊയർ. ഒരു വർഷം ആ കൊയർ ലീഡ് ചെയ്യുന്നത്. ആ കൊയറിൽ ഞാൻ ഗിറ്റാർ വായിക്കുമായിരുന്നു. അച്ഛന് പാട്ടുകൾ എഴുതും, പാട്ട് പാടും. അപ്പം അങ്ങനെ ഒരു പരിചയം അച്ഛനുമായിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ ദൈവദാസൻ പെന്തക്കോസ് അനുഭവത്തിൽ വന്ന് പാസ്റ്ററായിട്ട് അവിടെ പുതിയ തെരുവിൽ വർക്ക് ചെയ്യാൻ. അപ്പം ഞാനന്ന് കണ്ണൂർ ഭരണശ്ശേരി ആശ്രമത്തിലുള്ള സമയത്ത് കണ്ണൂർ രൂപതയിൽ ധ്യാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് പെന്തക്കോസ് വിരോധിയായിരുന്നു, പെന്തക്കോസ് സഭകളെ ഉപദ്രവിക്കുകയായിരുന്നു. അങ്ങനെ അച്ഛൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് അച്ഛൻ ഞങ്ങൾ തമ്മിലുള്ള പഴയ പരിചയം ഒന്ന് പുതുക്കാൻ പോയത്. ഞാൻ പോയി അച്ഛനെ കണ്ടു. അച്ഛനെ പോയി ഇടക്കിടക്ക് പോയി കാണാറുണ്ട്. ചെല്ലുമ്പോഴൊക്കെ ഈ ബൈബിളിൽ നിന്ന് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇതെൻ്റെ റാഫി, നമ്മൾ ബൈബിളൊക്കെ പഠിച്ചതല്ലേ? അച്ഛൻ എന്നോട് പറഞ്ഞു, നമ്മൾ കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ദൈവവചനത്തിൻ്റെ ആഴമൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ എനിക്ക് ഈ സത്യം അറിയാം. ഈ സത്യം അച്ഛനും അറിയണം. സഹോദരങ്ങളെ, ഞങ്ങളുടെ പഠനമെന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് കപ്പീച്ചിൻസിന് SJ ഫാദേഴ്സിനേക്കാൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ വർഷം എടുക്കുന്നത് അവർ പഠിക്കാനായിട്ട്. എന്നാൽ കപ്പൂച്ചിൻസിന് ഏകദേശം ഒരു 10-14 വർഷത്തോളം പഠനമുണ്ട്. ഈ പഠനത്തിൽ ഈ സമ്പൂർണ്ണ ബൈബിൾ പഠിക്കും, വൃത്തിയായിട്ട് പഠിക്കും, പഠിപ്പിക്കും. OT and NT, പഴയ നിയമം പുതിയ നിയമം വൃത്തിയായിട്ട് പഠിപ്പിക്കും. പക്ഷെ പഠിക്കുന്നത് ഈ തലമണ്ട കൊണ്ട് മാത്രം, ബുദ്ധിയിലാണ് പഠിക്കുന്നത്. ദൈവവചനം പഠിക്കേണ്ടത് ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. കാരണം ഈ പുസ്തകം എഴുതിയത് 40 വ്യക്തികളാണെങ്കിലും എഴുതിപ്പിച്ചത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. ബൈബിളിൻ്റെ ഗ്രന്ഥകർത്താവ് ഒരു സഭയല്ല, പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് ദൈവം, സ്തോത്രം, വ്യാഖ്യാനിച്ചാൽ മാത്രമേ ഹൃദയത്തിൽ കുത്തുകൊള്ളുകയുള്ളൂ. അല്ലെങ്കിൽ തൊലിപ്പുറത്ത് പോലും കുത്തുകൊള്ളത്തില്ല. സ്തോത്രം. അങ്ങനെ ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, ക്രിസ്തുവിനച്ഛ, ഈ 2000 അച്ഛന് പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് കർത്താവ് വിളിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ ഉപദ്രവിക്കുന്ന പരിപാടി നിർത്തി അച്ഛൻ സ്നാനപ്പെടണം. സ്തോത്രം. ഞാനിങ്ങനെ ഉപദ്രവിച്ച് നടക്കുന്ന സമയത്ത് നെയ്യാറ്റിൻകര രൂപത തുടങ്ങിയപ്പോൾ വിൻസെൻ്റ് സാമുവൽ ബിഷപ്പ് എന്നോട് പറഞ്ഞു, ഞാൻ ആ രൂപതയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ നെയ്യാറ്റിൻകരയിലെ കത്തീഡ്രൽ പള്ളിയിലാണ് ഞാൻ ആദ്യം ചെല്ലുന്നത്. അന്ന് എന്നെ ധ്യാനിപ്പിക്കാനായിട്ട് വിളിച്ചത് അവിടുത്തെ രൂപതയിലെ സീനിയർ പ്രീസ്റ്റ് വിൻസെൻ്റ് അച്ഛനാണ്. അപ്പോൾ അച്ഛൻ എന്നെ ബിഷപ്പിനോട് പരിചയപ്പെടുത്തി. ബിഷപ്പ് പറയുക, ക്രിസ്തുവിനച്ചോ, നമ്മുടെ ഈ ഇടവകളിലൊക്കെ ഈ പെന്തക്കോസ്തക്കാരുടെ ശല്യം ഭയങ്കരമാണ്. അതുകൊണ്ട് അച്ഛൻ വന്ന് ഒന്ന് കൈകാര്യം ചെയ്യണം.
അങ്ങനെ ഞാൻ കൈകാര്യം ചെയ്ത് കർത്താവ് അവസാനം എന്നെയും കൈകാര്യം ചെയ്തു. സ്തോത്രം. ഈ പുസ്തകം ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. The greatest weapon in the world is the word of God. സ്തോത്രം. ഇത് എടുക്കുന്നവനും മുറിയും കേൾക്കുന്നവനും മുറിയും. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ വൃത്തിയായിട്ട് അച്ഛന്മാർക്ക് ബൈബിൾ അറിയാം, പക്ഷേ കുറവെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന അല്ല ജനത്തിനെ പഠിപ്പിക്കുന്നത്. സഭയുടെ പാരമ്പര്യമാണ്. സഭയ്ക്ക് പാരമ്പര്യമാണ് വലുത്, ബൈബിളല്ല. റോമൻ കത്തോലിക്ക സഭയ്ക്ക് സഭയുടെ പാരമ്പര്യമാണ്. പാരമ്പര്യത്തിനാണ് ഒന്നാം സ്ഥാനം, ബൈബിളിന് രണ്ടാം സ്ഥാനം പോലുമില്ല. അങ്ങനെ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ സ്നാനപ്പെടണം. അപ്പം ഞാൻ പറഞ്ഞു, റാഫി വെച്ചാൽ നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ സ്നാനപ്പെട്ടല്ലേ, ഇനി സ്നാനത്തിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. അദ്ദേഹനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞുകൊണ്ട് അച്ഛൻ സ്നാനപ്പെടേണ്ട. ദൈവത്തിൻ്റെ വചനം മാർക്കോസ് 16:16, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഈ വചനപ്രകാരമല്ല നമ്മൾ സ്നാനപ്പെട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയുമല്ല, ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ കുറച്ച് സമയം പ്രാർത്ഥനയ്ക്കായിട്ട് ചിലവഴിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഈ പേഴ്സണൽ റിട്രീറ്റ്, വ്യക്തിപരമായി ധ്യാനിക്കാനുള്ള സമയമുണ്ട്, അവസരമുണ്ട്. 1 മാസത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ ബാംഗ്ലൂർ പോയി. ഈ അച്ഛൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ, അച്ഛൻ്റെ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണ്. 1 മാസത്തെ പ്രാർത്ഥനയ്ക്കായി ഞാൻ അവിടെ പോയി. ഈ ദർശനമെന്ന് പറയുന്നത് അച്ഛൻ എന്നോട് പറഞ്ഞത് ദൈവാത്മാവ് സംസാരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഈ ദൈവാത്മാവ് സംസാരിക്കുന്നൊക്കെ പറയുന്നത് ഈ തർക്കശാസ്ത്രവും മനഃശാസ്ത്രവും എല്ലാ ശാസ്ത്രവും പഠിക്കുന്നതുകൊണ്ട് ദർശനത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് മനസ്സിൻ്റെ ഒരു വിഭ്രാന്തിയായിട്ടാണ്. ഞാൻ പ്രാർത്ഥനയ്ക്കായി പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന ദർശനം, യോർദാൻ നദിയിൽ സ്നാനപ്പെടുന്ന കർത്താവിനെയാണ് പരിശുദ്ധാത്മാവ് ദൈവം എനിക്ക് കാണിച്ചു തന്നത്. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കാണുന്ന ദർശനമാണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, എന്നെ ആത്മഹത്യയിൽ നിന്ന് എന്നെ രക്ഷിച്ച ദർശനം കർത്താവിൻ്റെ ദിവ്യമായ പ്രകാശമാണ്. ഇന്നും എനിക്കത് എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നറിയത്തില്ല. അതിനുശേഷം പ്രാർത്ഥനയ്ക്കായി ഞാൻ പോയി. ഞാൻ കാണുന്ന ദർശനം യോർദാൻ നദിയിൽ സ്നാനപ്പെടുന്ന കർത്താവിനെ, പരിശുദ്ധാത്മാവിനെ കാണിച്ചു തരുന്നേ. ഞാൻ അച്ഛനോട് വിളിച്ചു പറഞ്ഞ്, ഞാൻ ഇങ്ങനൊരു കാര്യം കാണുന്നല്ലോ, ഇതിൻ്റെ അർത്ഥം എന്താ? അപ്പം അദ്ദേഹം പറഞ്ഞു, ദൈവാത്മാവ് സംസാരിക്കുന്നേ. അച്ഛൻ ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞു ഞാൻ ആശ്രമത്തിൽ വന്നു. ദൈവമക്കളെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഇലക്ഷൻ, തിരഞ്ഞെടുപ്പ് നമ്മളുടെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ, അത് വ്യക്തമായി നമ്മളെ സ്ഥിരീകരിക്കുന്ന ഓരോ വഴിയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തിയിരിക്കും. അത് എത്ര കുടുംബക്കാരും എത്ര തടസ്സമുണ്ടായാലും, മനുഷ്യഭയമാവുന്ന കെണി വന്നാലും ശരി, പരിശുദ്ധാത്മാവ് തൊട്ടിട്ടുണ്ടെങ്കിൽ, കണ്ടിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ കറക്റ്റായ വഴിയിലൂടെ ദൈവം കൊണ്ടുവരും. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കണ്ണൂരിലുള്ള ബാർണശ്ശേരി ആശ്രമത്തിൽ തിരിച്ചു വന്നു. ഈ ആശ്രമത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ ദൈവദാസൻ കണ്ണൂരിലുള്ള ഒരു കണ്ണുനീർ പുഴയിൽ, അന്ന് കളിയാക്കിയിരുന്നത് കലക്കവെള്ളത്തിൽ മുക്കിയെന്നാണ് അവർ. എന്നെ മുക്കിയെടുത്തത് കലക്കവെള്ളത്തിലല്ല,
എന്നെ മുക്കിയത് ഐസിൻ്റെ അകത്തായിരുന്നു. ഇത് ശരിക്കും ഐസ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന പോലെയായിരുന്നു. നല്ല കണ്ണുനീർ വെള്ളം. ഞാൻ സ്നാനപ്പെടുന്ന സമയത്ത് ഞാൻ ഉപദ്രവിച്ച ദൈവമക്കൾ ആ പുഴക്കരികിലുണ്ടായിരുന്നു സാക്ഷികളായിട്ട്. അന്നൊരു ഫോട്ടോയും കൂടി എടുത്തിരുന്നു. സ്നാനപ്പെട്ട് 1 മാസത്തോളം ഞാൻ ആശ്രമത്തിലുണ്ടായിരുന്നു. ഈ ദൈവദാസനിലൂടെ പരിശുദ്ധാത്മാവ് ദൈവം എന്നെ പഠിപ്പിച്ചത് ക്രിസ്തു മതത്തിലെ തെറ്റും ദൈവവചനത്തിലെ സത്യവുമാണ്. ക്രിസ്തു മതം കേട്ടോ, ക്രിസ്തുവിൻ്റെതല്ല. ക്രിസ്തു വന്നത്, കർത്താവായ യേശു ക്രിസ്തു രക്ഷകൻ വന്നത് മതം സ്ഥാപിക്കാനല്ല, ബന്ധം സ്ഥാപിക്കാനാ. ക്രിസ്തു മതസ്ഥാപകനല്ല. ക്രിസ്തു മതത്തിൻ്റെ സ്ഥാപകൻ യേശു ക്രിസ്തു അല്ല, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. സ്തോത്രം. അങ്ങനെ ക്രിസ്തു മതത്തിൻ്റെ തെറ്റ് അപ്പൻ്റെ അപ്പൻ അപ്പൂപ്പൻ, അമ്മയുടെ അമ്മ മുതുമുത്തശ്ശി എന്ത് പറഞ്ഞോ എന്ത് ചെയ്തോ അതേ ചെയ്യൂ. ഈ പറയുന്നതും ചെയ്യുന്നതൊക്കെ ഈ പുസ്തകത്തിലുണ്ടോ എന്ന് നോക്കിയില്ല, ഇപ്പോഴും നോക്കിയിട്ടില്ല. ഇനി കർത്താവ് വരാൻ അധികം സമയമില്ല. ഇപ്പോഴും വിജാതികളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ക്രിസ്തീയ സമൂഹത്തിൽ, ക്രിസ്തു സഭയിൽ, ക്രിസ്തു മതത്തിൽ ചെയ്തു കൂട്ടുന്ന ആചാര അനുഷ്ഠാനങ്ങളൊന്നും ഈ പുസ്തകത്തിലില്ല. വിജാതീയ മാർഗത്തിൽ നിന്ന് കടമെടുത്തതാ. ഈ സത്യമാണ് ഈ ദൈവദാസനിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത്. പലരും എന്നോട് ചോദിക്കും, ഇത്രയും വർഷം പഠിച്ചിട്ട് ഒന്നും മനസ്സിലായില്ലേ? ഇപ്പോഴാണോ ഭൂതോദയം ഉണ്ടായത്? ഈ കഴിഞ്ഞിടക്ക് ഒരു വ്യക്തി എന്നോട് ചോദിക്കുക, ഇപ്പോഴാണോ ഭൂതോദയം ഉണ്ടായത്? അപ്പോൾ പഠിച്ചപ്പോൾ ഇതൊന്നും മനസ്സിലായില്ലേ? പഠിക്കുമ്പം ചില സത്യങ്ങൾ പറയും. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ദിസ് ഈസ് ഓൺലി ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, ജനത്തിനോട് പറയരുതെന്ന്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ചൊല്ലിക്കൂട്ടുന്ന കൊന്തയില്ലേ, മകനെ മകളെ, ക്രിസ്ത്യാനിയുടേതല്ല, വിജാതിയൻ്റെതാണത്. ഞങ്ങളെ ക്രിസ്റ്റോളജി പഠിപ്പിച്ച, സ്ക്രിപ്ചർ പഠിപ്പിച്ച ലൂക്കച്ചൻ 10-35 ലാംഗ്വേജിൻ്റെ സ്കോളറാണ്. അച്ഛൻ കൊന്തയുടെ ഹിസ്റ്ററി പറഞ്ഞതാ. ഈ കൊന്ത വിജാതീയ മാർഗത്തിൽ നിന്ന് വരുന്നതാണ്. ക്രിസ്തുവുമായിട്ടോ മാതാവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അച്ഛൻ കൊന്ത ചൊല്ലത്തില്ലായിരുന്നു. ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് കൊന്ത. പക്ഷേ അച്ഛൻ കൊന്ത ചൊല്ലത്തില്ലായിരുന്നു. ആ ഹിസ്റ്ററി പഠിപ്പിച്ചിട്ട് പറഞ്ഞു, നെവർ സേ ടു ദ പീപ്പിൾ, ഒരിക്കലും ജനത്തിനോട് പറയരുത്, ജനത്തിൻ്റെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ച അച്ഛൻ കൊന്ത ചൊല്ലത്തില്ലായിരുന്നു. ബട്ട് അച്ഛൻ വളരെ ഹോളി ലൈഫ് ലീഡ് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ കൊന്ത ചൊല്ലത്തില്ല. കാരണം എന്താ? കൊന്ത വിജാതീയരുടാണ്. അപ്പോൾ അതുപോലെ ഒത്തിരി ആചാരാനുഷ്ഠാനങ്ങൾ, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ബൈബിളിനേക്കാൾ പ്രാധാന്യം കൊന്തയാണ്. ദുരാത്മശക്തിയോട് പടപൊരുതാൻ ദൈവം തന്നിരിക്കുന്നത് കൊന്തയല്ല, ദൈവവചനമാകുന്ന വാളാണ്. അത് തെളിവ് എഫെസ് ലേഖനം 6-ാം അധ്യായത്തിലാണ്. ദൈവവചനമാകുന്ന വാൾ എടുക്കാൻ. അല്ലാതെ പിശാചിൻ്റെ അടുത്ത് കൊന്ത കാണിച്ച പിശാച് പോകില്ല. അവനെ പേടി ദൈവവചനമാകുന്ന വാളാണ്. സ്തോത്രം. ഈ സത്യം ജനത്തിനോട് പഠിപ്പിക്കുന്നതിന് പകരം വിജാതീയ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇന്ന് മുഴുവനും പഠിപ്പിക്കുന്നത്. മുഴുവനും ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ്. സ്തോത്രം.
ഓരോ 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 വർഷം ചെല്ലുന്നതും പുതിയതായി ഓരോരോ പഠിപ്പിക്കൽ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം ദൈവവചനത്തിന് വിരുദ്ധമാണ്. അങ്ങനെ യേശുക്രിസ്തു എൻ്റെ മൂടുപടം മാറ്റി തന്നു. ഐ കെയിം ടു നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് സെറ്റ് മീ ഫ്രീ. സത്യം എന്നെ സ്വതന്ത്രനാക്കി. അതല്ലേ വചനം പറഞ്ഞ്, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എന്താണ് സത്യം? യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 17 വേഴ്സ് 17. സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനമാണല്ലോ സത്യം. എന്നെ കേൾക്കുന്ന ലോകമേ, ബൈബിൾ മാത്രമാണ് സത്യം. ബൈബിൾ മാത്രമാണ് സത്യം. ഐ റിപ്പീറ്റ്, ബൈബിൾ മാത്രമാണ് സത്യം. ഈ പുസ്തകം മാത്രമാണ് സത്യം. അതിൻ്റെ അർത്ഥം ബൈബിൾ യേശുക്രിസ്തുവാണ്. ഇനി അതിന് തെളിവാ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യം. അവനെന്ന് പറയുമ്പം യേശുക്രിസ്തു രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിട്ടുള്ള ഒരേ ഒരാൾ മാത്രം, എൻ്റെ കർത്താവായ യേശു. അവന് ദൈവവചനമെന്ന് പേർ പറയുന്നു. ഈ പുസ്തകത്തിൻ്റെ പേര് യേശുക്രിസ്തു എന്നാണ്. അപ്പോൾ ഈ പുസ്തകം അനുസരിക്കുമ്പോൾ നീ ആരെയാ അനുസരിക്കുന്നേ? കർത്താവിനെ തന്നെയാണ്. ദൈവവചനം യേശുക്രിസ്തുവാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇതനുസരിക്കുമ്പോൾ, ഇതനുസരിക്കാനുള്ളതാണ്, തർക്കിക്കാനുള്ളതല്ല. ഈയിടെ ഒരു വ്യക്തി എന്നെ സ്നേഹ ഡിബേറ്റിന് വിളിച്ചു. അച്ഛനെ ഒരു ഡിബേറ്റിന് വിളിക്കുകയാണ്, തൻ്റെ ഇടമുണ്ടാ? മോനെ, എനിക്കൊരൊറ്റ ഡിബേറ്റ് ഒരാളോട് മാത്രമേ ഉള്ളൂ. സ്തോത്രം. എനിക്ക് ഡിബേറ്റ് ഒരാളോട് മാത്രം. ആരാണെന്നറിയോ? ദുരാത്മശക്തിയോട്. എനിക്ക് യുദ്ധം ജഡരക്തങ്ങളോടല്ല. നമുക്ക് യുദ്ധം ദുരാത്മശക്തിയും അവൻ്റെ സൈന്യത്തോടുമാണ്. അതിൻ്റെ ദൈവം തന്നിരിക്കുന്ന ആയുധമാണ് വചനമാകുന്ന വാൾ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിൻ്റെ വചനമാണുള്ള സത്യം, ഈ സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ. സഭാവ്യത്യാസമന്യേ നമ്മളെ വിശുദ്ധീകരിക്കുന്നത് ഈ പുസ്തകം മാത്രമാണ്. ഈ പുസ്തകം മാത്രമാണ്. ഈ സത്യം രാവകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. ഇല വാടാത്തമായ വൃക്ഷം ഫലം കായ്ക്കും. സ്തോത്രം. ഇത് നമ്മളെ പരിപോഷിപ്പിക്കുന്ന സ്വർഗത്തിലെ മന്നായാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാവോ? കർത്താവിനെ കടിച്ചു കീറി തിന്നുന്നതല്ല. ചിലർ പറയുന്നത് അപ്പം ഭക്ഷിക്കുന്നതാണ്, കുർബാന ഭക്ഷിക്കുമ്പോഴാണ് നമ്മൾ മരിച്ചാലും ജീവിക്കുന്നത്. അല്ലല്ലല്ലല്ല, അപ്പം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. സ്തോത്രം. ദാ ഈ പുസ്തകമാകുന്ന അപ്പം ഭക്ഷിക്കുന്ന കാര്യമാണ് കർത്താവ് പറഞ്ഞേ. ഇത് ഭക്ഷിച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ സത്യമാകുന്ന വചനം അനുസരിക്കുക എന്നുള്ളതാണ്. നമ്മൾ യേശുവിനെ തന്നെ അനുസരിക്കുന്നത്. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും. ഈ വചനം അനുസരിക്കുമ്പം കർത്താവ് നമ്മളിലാണ് വരുന്നത്, നമ്മളോട് ചേർന്ന് നടക്കുകയാണ്. അതുകൊണ്ടാണ് ജോഷുവയോട് പറഞ്ഞത്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ജോഷുവ 1:8-9. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. എന്താ പറഞ്ഞേ? നിൻ്റെ പാരമ്പര്യത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുതെന്നല്ല. പരിശുദ്ധാത്മാവ് എഴുതി തന്ന വീട്ടിലിരിക്കുന്ന ആ വചനമുണ്ടല്ലോ, ആ ബൈബിൾ, അത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് ഈ പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന്. ശിശുക്കളെ സ്നാനപ്പെടുത്താൻ ഈ പുസ്തകത്തിൽ പ്രമാണമില്ല. വിശ്വസിക്കുന്നവരെ വേണം സ്നാനപ്പെടുത്താൻ.
ഞാൻ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തിയ വ്യക്തിയാണ്. കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തിയ വ്യക്തിയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് എൻ്റെ മൂടുപടം മാറ്റി സത്യം എന്നെ പഠിപ്പിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെട്ടതുപോലെ പുഴയിലിറങ്ങി സ്നാനപ്പെടുവാൻ, കർത്താവിനെ സാക്ഷീകരിക്കുവാൻ. അപ്പോഴാണ് സ്വർഗം പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ക്രിസ്പിൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ആരുടെ അംഗീകാരം വേണം? നിന്റെ കുടുംബക്കാരുടെ അംഗീകാരം വേണോ? നീ ചേർന്ന് നിൽക്കുന്ന സമൂഹത്തിൻ്റെ അംഗീകാരം വേണോ? ഈ പുസ്തകത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നപ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ മകനും മകളുമാകുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതൻ യൂട്യൂബിൽ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം യാക്കോബ സമൂഹത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ സഭയിൽ വരുന്ന ചിലരുടെ ആഗ്രഹപ്രകാരം അദ്ദേഹം മുതിർന്നവർക്ക് പുഴയിൽ സ്നാനം കൊടുത്തു. പക്ഷെ അവരുടെ പാരമ്പര്യം അനുസരിച്ച് ശിശുക്കളെയല്ലേ സ്നാനപ്പെടുത്തുന്നത്. ആ സാക്ഷ്യം അദ്ദേഹം യൂട്യൂബിലൂടെ പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതേ പുരോഹിതൻ വന്നെന്ന് പറയുകയാണ്, കഴിഞ്ഞ ദിവസം സഹോദരങ്ങളെ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ പുഴയിലൊരു ചിലർക്ക് സ്നാനം കൊടുക്കുന്നത്. ഞങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് ഞങ്ങൾ ശിശുക്കൾക്കാണ് സ്നാനം കൊടുക്കുന്നത്. ഞാൻ ചേർന്ന് നിൽക്കുന്ന സഭയിലെ നിയമത്തെ ഞാൻ ലംഘിച്ചു, ഞാൻ പാപം ചെയ്തു, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ. അത് പറയിപ്പിച്ചതാരാ? കർത്താവിൻ്റെ കൽപ്പന എന്താണ്? മുതിർന്ന സ്നാനമല്ല, ശിശു സ്നാനമല്ല, വിശ്വാസ സ്നാനം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എപ്പോൾ? ഈ പുസ്തകം നിന്റെ ഉള്ളിൽ വരുമ്പോൾ, ഈ തിരുവചന സത്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, അതനുസരിക്കാനുള്ള ഒരു വെമ്പൽ, ഒരു തീഷ്ണത, ഒരു ദ്വര നമ്മുടെ ഉള്ളിലുണ്ടാകും. അപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികൾ, കുടുംബക്കാരെ ഒന്നും നമ്മൾ നോക്കില്ല. നമ്മൾ വിളിച്ചവനെ നോക്കും, തെരഞ്ഞെടുത്തവനെ നോക്കും. ഇന്നും കോടിക്കണക്കിന് ജനങ്ങൾക്ക് മനുഷ്യനെ പേടിയാ. ഈ സത്യം പലരോടും പറയുമ്പം പലരും പറയുന്നത്, അച്ഛൻ പറയുന്നത് സത്യമാണെന്നറിയാം, പക്ഷേ എൻ്റെ കുടുംബത്തിൽ ബിഷപ്പുണ്ട്, അച്ഛന്മാരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്, അവരെന്ത് വിചാരിക്കും? അവരൊക്കെ നല്ല വിചാരവും വികാരവും ഉള്ളവരാണ്. പക്ഷേ ഈ പറയപ്പെട്ട ഒരൊറ്റ വ്യക്തികളും, ഈ വ്യക്തികളൊക്കെ നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ശവക്കല്ലറ വരെ വരാൻ പറ്റുള്ളൂ. വന്നിട്ട് ഇത്തിരി മണ്ണോ പൂവോ ഇട്ടിട്ട് ടാറ്റായും പറഞ്ഞു പോകും. പക്ഷെ ഈ രാത്രിയിൽ എന്നിലൂടെ നിന്നോട് സംസാരിക്കുന്നത് അതിനപ്പുറം വരാൻ കഴിവുള്ള ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തുവാണ്. അവൻ നിന്നെ മരിച്ചാലും ജീവിപ്പിക്കും. എന്താണെന്നറിയോ? ഈ വചനം നിന്റെ ഉള്ളിലുണ്ട്. അവൻ മരിച്ചാലും ജീവിക്കും. ഈ തിരുവചനം അനുസരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു എന്ന സത്യം അനുസരിക്കുന്നവന് മരണമില്ല. വചനം പറയുന്നു, ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അതുകൊണ്ട് ജോഷുവായിട്ട് കർത്താവ് പറഞ്ഞു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. സ്തോത്രം. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും. ചിലർ പറയുന്നത് അത് പഴയ നിയമത്തിലല്ലയോ, പുതിയ നിയമത്തിൽ നമ്മുടെ പൂർവികന്മാരെ എന്ത് കാണിച്ചെന്നോ അധികം നമ്മൾ ചെയ്യൂ. ആഹാ, അത് സംസാരിച്ചത് പരിശുദ്ധാത്മാദേവമല്ല, ഒനിഡാറ്റീവിലെ പരസ്യക്കാരുടെ ദുരാത്മശക്തിയാണ്. നിന്റെ അപ്പൂപ്പൻ്റെ വേഷത്തിൽ, അമ്മൂമ്മയുടെ വേഷത്തിൽ വന്നു നിന്ന് നിന്നോട് സംസാരിക്കും. നീ ആരനുസരിക്കും? ജോഷുവയുടെ കർത്താവ് പറഞ്ഞു, അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. ഈ ദൈവവചനം രാപകൽ ധ്യാനിക്കണമെന്നാണ് പറഞ്ഞേ. സ്തോത്രം. എന്തിനാണെന്നറിയാവോ? സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഈ തിരുവചനം എന്ന് നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു പോകുന്നോ അന്ന് നീ ഈ പുസ്തകത്തിനെതിരെ പ്രവർത്തിക്കും. അന്ന് ഈ പുസ്തകം എടുത്ത് അനുസരിക്കുന്നവരെ നീ തല്ലിക്കൊല്ലും. സ്തോത്രം. അങ്ങനെ
യോശുവയോട് പറഞ്ഞു, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. നമ്മൾ ചെയ്യുന്നത് സ്വർഗം അംഗീകരിക്കണമെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി ഈ പുസ്തകപ്രകാരമായിരിക്കണം. നീ കൃതാർത്ഥനായിരിക്കും. അല്ലേ? ആകുന്ന കാലത്ത് ഇത് നീ എടുത്താൽ ആകാൻ വയ്യാത്ത കാലത്ത് ഇത് നിന്നെ എടുത്തോളും. സ്തോത്രം. അതുകൊണ്ടാ വിശുദ്ധ പൗലോസ് പറയുന്നത്, സുവിശേഷത്തെ പ്രതി എനിക്ക് ലജ്ജയില്ല. സ്തോത്രം. ഇന്ന് പലർക്കും ലജ്ജയാണ് ഈ പുസ്തകം അനുസരിക്കുന്ന മക്കളെ. അല്ലേ? ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഒരു കത്തോലിക്ക പള്ളിയിൽ ഒരു സഹോദരനെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന് വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ പള്ളിയിലുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേര് മാത്രം പള്ളിയിൽ നിന്ന് വെട്ടി. കാരണം എന്താ? അദ്ദേഹം സത്യം അറിഞ്ഞ് പെന്തക്കോസ്ത് ആരാധനയ്ക്ക് പോകുന്നു. ഇത് കർത്താവിൻ്റെ പ്രവചനമാണ്. എന്താണ് ആ പ്രവചനം? യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം, യോഹന്നാൻ 16 അതിൻ്റെ 1-2 വാക്യങ്ങൾ. നിങ്ങൾ ഇടയിൽ പോകാതിരിക്കാൻ ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. 2, അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. എപ്പോഴാണ്? ഈ പുസ്തകം അനുസരിക്കുമ്പോൾ. അതുവരെ ഒരു കുഴപ്പമില്ല. അതുവരെ എല്ലാവരും തോളെ കയറ്റി നടക്കും. പക്ഷേ ഈ തോളെ കയറ്റിരിക്കുന്നവൻ്റെ അഭിഷേകം എന്തെന്നറിയണമെങ്കിൽ വീട്ടിൽ ബൈബിൾ അനുസരിച്ച് മർക്കോസ് 16 പ്രകാരം ഒന്ന് സ്നാനപ്പെട്ട് നോക്ക്. തളിക്കൽ സ്നാനമല്ല, മുഴുകൽ സ്നാനം. കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്ന കർത്താവ് സ്നാനപ്പെട്ടതുപോലെ നീ ഞാൻ സ്നാനപ്പെടുമ്പോൾ തോളെ കൈയിട്ടുണ്ട്, നിന്നവൻ്റെ അഭിഷേകം വെളിപ്പെടും. ഉന്നനാം വിടമാട്ടെ എന്നും പറഞ്ഞൊരു വരവുണ്ട്. നിന്നെ കൊല്ലും, നിന്നോട് പകയും വെറുപ്പും ഉണ്ടാകും. ഇന്നേവരെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും ഈ കൈകൊട്ടിക്കളിക്ക് പോയിട്ടില്ല. പറഞ്ഞ മനസ്സിലായോ? നാണം കെടുത്താനായിട്ട് ജനിച്ചവനെ ഇറങ്ങ് പുറത്തുനിന്ന് അവർ പള്ളിയിൽ നിന്ന് പുറത്താക്കും. കർത്താവ് പറഞ്ഞു, ഇത് കർത്താവിൻ്റെ കാലത്ത് ഈ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്ന പരിപാടിയുണ്ട്. ഇന്നുമുണ്ട്. എപ്പോഴാണ്? ഒരുത്തൻ വെള്ളമടിച്ചെന്ന് പറഞ്ഞാൽ ആരെയും പള്ളിയിൽ നിന്ന് പുറത്താക്കത്തില്ല. കെട്ടും കെട്ടി അപ്പുറത്ത് പോയി മലയെ പോയെന്ന് പറഞ്ഞാലും പുറത്താക്കില്ലേ. പിന്നെ എപ്പോൾ? ഈ പുസ്തകം അനുസരിച്ചെന്നുള്ള ഒറ്റ കാരണത്താൽ അവർ നിന്നെ സിനഗോഗിൽ നിന്ന് പുറത്താക്കും. സ്തോത്രം. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. POC ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അവർ നിങ്ങളെ സിനഗോഗിൽ നിന്ന് പുറത്താക്കും. സിനഗോഗ് എന്ന് പറയുന്നത് യഹൂദന്മാരുടെ പള്ളിയാണ്. അപ്പോൾ സിനഗോഗ് എന്ന് കേൾക്കുമ്പോൾ ഇവിടെ കൊച്ചിയിൽ പോയി യൂദന്മാരുടെ പള്ളിക്ക്, നീ ആയിരിക്കുന്ന പള്ളി തന്നെയാണ് കർത്താവ് പറഞ്ഞ പള്ളി. അത്രയുമല്ല, തീർന്നില്ല. നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന വിചാരിക്കുന്ന നാഴിക വരുന്നു. കൊല്ലുന്നവനല്ല, ഇവന്റെ കുടുംബത്തെ, ഈ നാട്ടിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പേര് വെട്ടി എറിഞ്ഞ് കളയുന്ന ഒരു ദേഷ്യമുണ്ടല്ലോ, കൊല്ലാൻ വരെ വരുമെന്നാണ് പറഞ്ഞേ. എത്രയോ പേരെ കൊല്ലാതെ കൊന്നിട്ടുണ്ട് അല്ലേ? വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും. പറന്നു പോകുന്ന കാക്കയോട് സംസാരിച്ചാൽ ഈ പുസ്തകം മരിച്ചാൽ നിന്നോട് സംസാരിക്കില്ല, നിൻ്റെ കുടുംബക്കാരോട് മിണ്ടത്തില്ല, വീട്ടിൽ കയറ്റത്തില്ല, നിനക്ക് തരാനുള്ളത് തരത്തില്ല. നിൻ്റെ അപ്പൻ്റെ സമ്പത്ത്, നീ പെന്തക്കോസ്തിൽ പോയ കൊണ്ടാ നിൻ്റെ അപ്പൻ്റെ സമ്പത്ത് നിനക്ക് തരത്തില്ല, ഇപ്പോഴും കൊടുത്തിട്ടില്ല. എൻ്റെ പൊന്നപ്പച്ച, മാതാപിതാക്കൾ സമ്പാദിക്കുന്ന മക്കൾക്കുള്ളതാണ്. അവൻ ആരെ അനുസരിച്ച്? നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ മകനും മകളും അപ്പനും അമ്മയും ആരെ അനുസരിച്ച്? പരിശുദ്ധാത്മാവ് ദൈവത്തെ അല്ലേ? യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയം പറഞ്ഞതല്ലേ അവരനുസരിച്ചത്. അതുകൊണ്ടല്ലേ നിങ്ങൾ അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയത്, കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയത്? എപ്പോൾ? ഈ പുസ്തകം അനുസരിച്ചപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ. അതുപോലെ സ്തോത്രം, സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്നപ്പോഴാണ് യഥാർത്ഥ കുരിശെന്തെന്ന് ഞാൻ അറിഞ്ഞത്. ഞാൻ സകലതും പൗലോസിനെ പോലെ ചപ്പും ചവറുമായി എണ്ണി നേരെ ഞാൻ ചെല്ലുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. സ്തോത്രം. ഒരു കത്തോലിക്ക പുരോഹിതൻ ഒരു ഭവനത്തിലുള്ളത് കുടുംബത്തിന് അതൊരു അന്തസ്സാണ്.
വലിയൊരു അന്തസ്സാണ്. സ്തോത്രം. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ ആയിരുന്ന സമൂഹത്തിൽ ഞാൻ പറഞ്ഞല്ലോ, സ്നാനപ്പെട്ടു. 1 മാസത്തോളം ആശ്രമത്തിലുണ്ടായിരുന്നു. എനിക്ക് 2 കമ്മിറ്റ്മെൻറ്റ് തീർക്കാനുണ്ടായിരുന്നു. ഒന്ന്, ധ്യാനഗുരു എന്നുള്ള നിലയിൽ കണക്ക് കൊടുക്കണം. കണക്ക് കൊടുക്കാൻ പോയാൽ അവർ പറഞ്ഞാൽ ഞാൻ പണം ഓടിച്ചിട്ട് പോയെന്ന് പറയും. എൻ്റെ കർത്താവിൻ്റെ നാം ദൂഷിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചില്ല. 2, ഏറ്റവും അവസാനമായി ധ്യാനിപ്പിച്ചത് ചങ്ങനാശ്ശേരി രൂപതയിലെ 3000 കാറ്റഗിസം സ്റ്റുഡൻസിനെയാണ്. ഈ പ്രോഗ്രാം തീരാൻ ഞാൻ കാത്തു. കുഞ്ഞുങ്ങളുടെ ധ്യാനത്തിനായി ഞാൻ കത്തിട്ട പള്ളിയിൽ വന്നു. 1 ദിവസത്തെ ധ്യാനം കഴിഞ്ഞു. എന്നാൽ ഓർക്കണം, ഈ തിരുവചന സത്യം പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചപ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളൊന്നും ഞാൻ ചെയ്തില്ല. അതെല്ലാം മറ്റുള്ള പുരോഹിതന്മാരെ ഏൽപ്പിച്ച് ഈ കുഞ്ഞുങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് അതുങ്ങൾക്ക് വചനം പറഞ്ഞു കൊടുക്കാൻ കത്തിട്ട പള്ളി വന്നു. കുമ്പസാരവും കുർബാനയൊക്കെ മറ്റ് അച്ഛന്മാർ. 1 ദിവസം കഴിഞ്ഞപ്പോൾ ആശ്രമത്തിൽ നിന്നൊരു ഫോൺ കോൾ. ക്രിസ്പനച്ച, നമ്മുടെ ആശ്രമത്തിന് ചുറ്റും കത്തോലിക്കർ ഇവിടെ വന്ന് ഭയങ്കര ബഹളോടോ ഒരു പെന്തക്കോസ് മാഗസിനും കാണിച്ചുണ്ട്. അതിൻ്റെ അകത്ത് അച്ഛൻ ഒരു പുഴയിലിങ്ങനെ മുങ്ങിപ്പൊങ്ങുന്നൊരു ഫോട്ടോ. എൻ്റെ പൊല്ലു സഹോദരങ്ങളെ, ഞാൻ സ്നാനപ്പെടുത്ത ഫോട്ടോ എടുത്തിരുന്നത് പറഞ്ഞില്ലേ, അതൊരു പെന്തക്കോസ് മാഗസിനിൽ അടിച്ചു വന്നു. ക്യാപ്ഷൻ എന്താണെന്നറിയാം, ധ്യാനഗുരു സ്നാനപ്പെട്ടു. എൻ്റെ ദൈവമേ, പരമരഹസ്യമാണ് വെച്ചത് പരമപരസ്യമായി. ഇല്ലേ, ഞാൻ ഈ ആൾക്കാരുടെ കൂടെയാണ് പെന്തക്കോസ്തക്കാരെ കീറിക്കൊണ്ടിരുന്നത്. ഇല്ലേ, ലവര് തിനി എന്നെ കീറാനായിട്ട്. നിങ്ങൾ പിശാചിനെ കണ്ടോണ്ടാ? പിശാചിനെ കണ്ടോ? ഈ പിശാച് എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി കറുത്ത് ഇങ്ങനെ വാലും കോലും ഒക്കെ വെച്ച് വരുന്നവനൊന്നുമല്ല. പിശാചിനെ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി, നീ ഒന്ന് അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കിയാൽ മതി. അവൻ്റെ രൂപത്തിലാണ് ഈ പിശാച് വരുന്നത്, പച്ച മനുഷ്യൻ്റെ രൂപത്തിൽ. അവർ തിരിഞ്ഞ് എന്നെ അടിക്കാനായിട്ട്. ഇവിടെ തന്നെ കൈ കിട്ടിയാൽ അവർ അടിക്കുമെന്നും പറഞ്ഞു ഇവിടെ നിൽക്കുന്നത്. എന്നോട് ചോദിച്ചു, ഇതെന്താ പരിപാടി? ഞാൻ പറഞ്ഞാ, അത് ഞാൻ സ്നാനപ്പെടുന്ന ഫോട്ടോ. സ്നാനമാ? അതേ അച്ഛാ, ഞാൻ കർത്താവിൻ്റെ വചനം അനുസരിച്ച് കർത്താവ് സ്നാനപ്പെട്ടതുപോലെ ഞാൻ വചനപ്രകാരം സ്നാനപ്പെട്ടതാണ്. അപ്പോൾ ഇനി എന്താ പരിപാടി? ഞാൻ പറഞ്ഞു, ഞാനിനി കർത്താവിൻ്റെ വേലയ്ക്ക് പോയാണ്, സുവിശേഷ വേലയ്ക്ക് പോയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ, ഞാൻ കപ്പുച്ചൻ സഭ വിടാൻ പോവുകയാണ്. അച്ഛനത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് രാത്രി ആശ്രമത്തിൽ വന്ന് ഒരു റെസിഗ്നേഷൻ ലെറ്റർ എൻ്റെ സുപ്പീരിയർ അച്ഛനാണ്, ഗോഡ്വിൻ അച്ഛനാണ്. കപ്പുച്ചൻ സഭ ഇത്രയും നാൾ എനിക്ക് നൽകിയ നന്മകൾക്ക് നന്ദിയുള്ളവനാണ്. ഇന്നു മുതൽ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായി പോവുകയാണ്, എന്നെ അനുഗ്രഹിച്ചയക്കണമേ എന്നും പറഞ്ഞ ഒരു റെസിഗ്നേഷൻ ലെറ്റർ. അച്ഛൻ്റെ മറുപടിക്കായി ഞാൻ കാത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ക്രിസ്പിൻ, ഐ ഗോട്ട് യുവർ ലെറ്റർ. അച്ഛൻ്റെ ലെറ്റർ കിട്ടി, ഞാനത് വായിച്ചു. സ്നാനപ്പെട്ടെന്നാ ഏതാണ്ടൊക്കെ കേട്ട്. അച്ഛൻ എങ്ങും പോകണ്ട, സ്നാനപ്പെട്ടൊന്നും കുഴപ്പമില്ല, അച്ഛൻ പോകണ്ട. അടുത്തായിട്ട് എന്നോട് ചോദിച്ചു, ഇവിടെ താൻ പോയാൽ എങ്ങനെ ജീവിക്കും? സന്യാസിയെ സംബന്ധിച്ചിടത്തോളം നോ പേഴ്സണൽ ഏണിങ്സ്, സ്വന്തമായി ഒരു സമ്പാദ്യവും ഇല്ല, എല്ലാം കോമണാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ആശ്രമത്തിൽ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്തു തരും. അതിന് വൗച്ചർ കൊടുത്താൽ മതി, ബില്ല് കൊടുത്താൽ മതി. നോ പേഴ്സണൽ ഏണിങ്സ്. ആ ഉടുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കാപ്പിപ്പൊടി ഉടുപ്പ്, 2 സൈഡും നല്ല നീളമുള്ള ഉടുപ്പ്, പോക്കറ്റിന് നീളമുള്ളൂ, അതിൻ്റെ അകത്ത് ആരും ഇല്ല. അപ്പോൾ അച്ഛൻ പറയുന്നത്, പോയാൽ താനെങ്ങനെ ജീവിക്കും? ഞാൻ പറഞ്ഞു, അച്ഛാ, ഞാൻ പോകുന്നത് ഒരു മനുഷ്യൻ്റെ വേലക്കായിട്ടല്ല അച്ഛാ, ഞാൻ പോകുന്നത് കർത്താവിൻ്റെ വേലക്കായിട്ടാണ്. പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച സത്യം ലോകത്തോട് വിളിച്ചു പറയണം അച്ഛാ. അതുകൊണ്ട് ഏലിയാവിനെ പോറ്റിയത് കാക്കയാണെങ്കിൽ ആ കാക്കയുടെ വരവ് എൻ്റെ ജീവിതത്തിൽ നിൽക്കില്ല. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് പോവുകയാണ്, എന്നെ അനുഗ്രഹിച്ച് അയക്കണമേ അച്ഛാന്നും പറഞ്ഞ് അച്ഛൻ പറഞ്ഞോടു, താൻ വചനമൊക്കെ പറയാം, പക്ഷെ ഇറങ്ങുമ്പോൾ പൊള്ളുമ്പോൾ പഠിക്കും. ഞാൻ പറയില്ല അച്ഛാ, ഈ സത്യം മുഖം നോക്കാതെ പരിശുദ്ധാത്മാവും പഠിപ്പിച്ച സത്യമാണ്. ഇത് ജനം അറിയണം, ഇത് മറച്ചു വെക്കാനുള്ളതല്ല. അങ്ങനെ പൗലോസിനെ പോലെ സകലതും ചപ്പും ചവറുമായി എണ്ണി ഞാൻ നേരെ ചെല്ലുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. വീട്ടിൽ ചെന്നതിന് ശേഷമാണ്
ശരിക്കുമുള്ള എൻ്റെ അനുഭവം. അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവരിൽ അറിഞ്ഞില്ല. വീട്ടിൽ ചെന്ന് ഒരാഴ്ചയായി. അപ്പോൾ എൻ്റെ അമ്മ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാനയ്ക്കുള്ള ആളാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ നേരത്ത് എന്നോട് വന്ന് ചോദിക്കും, മോനെ പള്ളി വരുന്നില്ല, കുർബാന ഇല്ലെന്നില്ലേ? ഞാൻ പറയാം, അമ്മ പോയിക്കോ, ഞാൻ അവിടെ തുമ്പോളി കപ്പുച്ചനാശ്രമമുണ്ട്, അവിടെ വൈകുന്നേരം പോയി ഞാൻ കുർബാന ചൊല്ലിക്കോളാം, അമ്മ പോയിക്കോളാം പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അച്ഛന്മാർ, ഞാൻ ധ്യാനിപ്പിച്ചിട്ടുള്ള കന്യാസ്ത്രീകൾ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ തിരികെ കൊണ്ടുപോകാനായിട്ട്. അച്ഛന്മാർ കന്യാസ്ത്രീകൾ വന്നപ്പോൾ എൻ്റെ കുടുംബക്കാരെല്ലാം കൂടി തറവാട്ടിൽ വന്നു. തറവാട്ടിൽ വന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന്മാർ പറഞ്ഞ്, ഞാൻ വന്നത് ക്രിസ്ത്യനച്ഛനോട് ഒരു കാര്യം പറയാനാണ്. അച്ഛൻ ദയവായി കത്തോലിക്ക സഭ വിട്ടുപോകരുത്, അച്ഛനെ പോലെ ഒരു ധ്യാനഗുരുവിനെ നഷ്ടപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് അച്ഛൻ തിരികെ വരണം. ഇത് പറയുമ്പോൾ ഞാൻ അച്ഛന്മാരുടെ മുഖത്തല്ല നോക്കുന്നത്, എൻ്റെ സഹോദരങ്ങളുടെ മുഖത്താണ് നോക്കുന്നത്. അച്ഛന്മാരിത് പറയുന്നത് കേട്ടോടുകൂടി എൻ്റെ സഹോദരങ്ങളുടെ മുഖം അങ്ങനെ മാറി എന്നെ കടിച്ച് കീറി തിന്നാനുള്ള ദേഷ്യമായി. അതുവരെ ഞാൻ സഹോദരങ്ങൾ അത്രയും ദേഷ്യപ്പെടുന്നത്, എന്നോട് വെറുപ്പായിട്ടുള്ള മുഖം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അച്ഛന്മാരോട് പറഞ്ഞു, ഞാൻ തിരികെ വരാം. അവർക്ക് കുറേ കൂടി ദേഷ്യം വരാൻ കാരണം അവരും എല്ലാം ഈ പെന്തക്കോസിന് വിരോധികളാണ്, എന്നേക്കാൾ വിരോധികളാണ്. അച്ഛന്മാരോട് പറഞ്ഞ്, സി ഐ വിൽ കം ബാക്ക്, ഞാൻ തിരികെ വരാം, ബട്ട് വൺ കണ്ടീഷൻ, ഇനി ഞാൻ വന്നാൽ റോമൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ബൈബിളായിരിക്കില്ല ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന തിരുവചന സത്യം ഞാൻ ഈ ദേശത്തോട് ലോകത്തോട് വിളിച്ചു പറയും. നിങ്ങൾക്കതിന് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛന്മാർ പറഞ്ഞതാണ്, അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യനച്ഛൻ വരണ്ട. യെസ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു സേ ദ ട്രൂത്ത്. റോമൻ കത്തോലിക്ക സഭയിൽ ഇരുന്ന് തിരുവചനത്തിലുള്ള സത്യം വിളിച്ചു പറയാൻ അത്ര എളുപ്പമല്ല. നീ ഒരു പ്രാവശ്യം പറയും, രണ്ടാം പ്രാവശ്യം നിന്നെയും കെട്ടും, നിൻ്റെ വായും കെട്ടും, നിൻ്റെ ഗതി അധോഗതിയായിരിക്കും. സ്തോത്രം. ഇന്നിപ്പം ഇലയ്ക്കും മുള്ളും കേടില്ലാത്ത രീതിയിൽ ചില അച്ഛന്മാർ അവിടെ ഇവിടെ ഇരുന്നൊക്കെ ചിലതൊക്കെ പറയുന്നില്ലേ? സ്തോത്രം. ഏകമധ്യസ്ഥന് യേശുക്രിസ്തുവേ ഉള്ളൂ എന്ന് ചിലർ പറയും. എങ്കിലും നമുക്ക് മധ്യസ്ഥന്മാർ വേണം. യേശുവിൻ്റെ അമ്മയുടെ കൽപ്പന, ദ കമാൻഡ്മെന്റ് ഓഫ് മേരി എന്തുവാ? ഡു വാട്ട് എവർ ഹി സേസ്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യാനാ പറഞ്ഞേ. അമ്മ പറഞ്ഞത് കൊന്തയെടുത്ത് എൻ്റെ പുറകെ വരാനല്ല. ടേക്ക് ദിസ് ബുക്ക് ആൻഡ് ഒബേ ഹിം. ദൈവവചനം അനുസരിക്കാനാ അമ്മ പറഞ്ഞേ, പുത്രനെ അനുസരിക്കാനാ പറഞ്ഞേ. അത്ഭുത മന്ത്രിയെ, വീരനാം ദൈവത്തെ, നിത്യപിതാവിനെ, ആധിപത്യം തോളിലിരുന്നുള്ള ഈ അമ്മ കാനായിലെ കല്യാണത്തിൽ ഇരുന്നുകൊണ്ട് ദേശത്തോട് കാണിച്ചു കൊടുത്ത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഏക ദൈവം യേശു ആണെന്നാണ് അമ്മ ആ ലോകത്തോട് പറഞ്ഞത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ. കാനായിലെ കല്യാണത്തിൽ ആവശ്യം വെള്ളമല്ല, വീഞ്ഞാണ്. വീഞ്ഞ് രൂപാന്തരപ്പെടണമെങ്കിൽ 10-60 ദിവസം എടുക്കും. ഓൺ ദ സ്പോട്ടിൽ സാധനം ആവശ്യമാണ്. ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ വറ്റിച്ച് ഉണക്ക നിലത്തിലൂടെ നടത്തിയ ആളാണ് കാനായിലെ കല്യാണത്തിൽ ഇരിക്കുന്നത്. അത് യേശുവിൻ്റെ അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ആ വിഷയം അമ്മ പുത്രൻ്റെ അടുത്ത് കൊണ്ടുപോയത്. മോനെ, അവർക്ക് വീഞ്ഞില്ല, നിന്റെ ആവശ്യം ഇന്നതെന്ന് അറിയിക്കുക എത്ര വേണ്ടത്. അതാണ് യേശുവിൻ്റെ അമ്മ ചെയ്തത്. അമ്മയ്ക്ക് വചനം അറിയാം, പുത്രനെ അറിയാം, പുത്രൻ ദൈവമാണെന്നറിയാം. സ്തോത്രം. ആ പുത്രനെ ആ കുടുംബക്കാർ ക്ഷണിച്ചത് കൊണ്ട് ആ കുടുംബത്തിൻ്റെ കുറവ്, നാണക്കേട് ആ സ്പോട്ടിൽ തീരുകൻ ആ അത്ഭുത മന്ത്രിയെ കാണിച്ചു കൊടുത്തത് അമ്മയാ. ഈ അമ്മ പറയുന്നത് അനുസരിക്കാനാ. പക്ഷെ ഇന്ന് ആ പുത്രനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഈ അമ്മയും പൊക്ക് പിടിച്ചിട്ട് കിടക്കുക. സ്തോത്രം. ഇന്ന് ജനത്തിന് വേണ്ടത് മാതാവാ. ഇന്ന് നീ കൈ പിടിച്ചിരിക്കുന്ന മാതാവുണ്ടല്ലോ, ഈ പുസ്തകത്തിലെ മാതാവല്ല, അത് അർത്തേമിസ് ദേവിയാണ്. സ്തോത്രം. യേശുവിൻ്റെ അമ്മയെ വിശുദ്ധ മറിയമല്ല. ഓർത്തോ അത്? ആ അമ്മ അവിടെ ഓടി നടക്കുന്നില്ല. അമ്മ പുത്രനിൽ വിശ്രമിക്കുകയാണ്. അമ്മ അവിടെ വിശ്രമിക്കട്ടെ.
അനുസരിക്കാനുള്ള കാര്യം എന്താ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞതും ചെയ്തതുമായ കാര്യം. അമ്മ പറഞ്ഞ കാര്യമാണ് കാനായിലെ കല്യാണത്തിൽ. ചെയ്ത കാര്യമുണ്ടോ? മർക്കോസിൻ്റെ മാളിക മുകളിൽ 120 ശിഷ്യന്മാരുടെ കൂടെ ഈ അമ്മയുണ്ടായിരുന്നു. എന്തിനാണെന്നറിയാവോ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ. ആ ആത്മാവ് ദൈവം എൻ്റെ നിൻ്റെ ഉള്ളിൽ വരുമ്പോൾ യു വിൽ ഒബേ ദിസ് ബുക്ക് ഓൺലി. ഈ തിരുവചനം മാത്രമേ ഞാനും നീയും അനുസരിക്കുകയുള്ളൂ. അങ്ങനെ അനുസരിച്ചത് കൊണ്ട് എന്നെ കുടുംബത്തിൽ നിന്ന് ഇറക്കി. എന്നെ അവർ തല്ലില്ലെന്നേ ഉള്ളൂ. എൻ്റെ ഒരു ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു, ഇറങ്ങടാ പട്ടി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്. അച്ഛാന്നല്ലാണ്ട് ഒരു വാക്ക് വിളിക്കാത്ത വ്യക്തി. സ്തോത്രം. എല്ലാവരും എന്നെ വെറുത്തു. എൻ്റെ സ്നേഹിതരായ ഫ്രണ്ട്സ്, അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ വളരെ പ്രയാസപ്പെട്ട വീട്ടിൽ നിന്ന് പോയേ. പക്ഷെ അവരെല്ലാം, കുടുംബക്കാരെല്ലാം കൂടി ഒറ്റക്കെട്ടായി എനിക്കെതിരെയായി. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ പറഞ്ഞു, നിന്നെ ഞാൻ പ്രസവിച്ചിട്ടില്ല, നീ എൻ്റെ മകനുമല്ല. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം ഈ രാത്രിയിൽ നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ അനാഥനായി വിടത്തില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാൻ. അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അനുഗ്രഹദാതാവിൻ്റെ പ്രസൻസ് എന്തെന്ന് ഞാൻ അറിഞ്ഞത് ഈ പുസ്തകം ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചപ്പോഴാണ്. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തുവാണ് എന്നെ നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ തക്ക സമയത്ത് ദൂതന്മാരെ അയക്കും. ഈ വിളിയിൽ നിന്ന് പുറത്തു പോകാൻ ദൈവം അനുവദിക്കില്ല. യു ചോസ് മീ നോട്ട് ബട്ട് ഐ ചോസ് യു. നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി. ഇവിടെ പോകണമെന്ന് അറിയത്തില്ല. അങ്ങനെയാണ് KP യോഹന്നാൻ സാറിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ 6 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ബിഷപ്പായത്. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവ്, ഇതിനേക്കാൾ വലിയൊരു അടിമത്തത്തിൽ നിന്ന് നീ എന്നെ വിടുവിച്ച് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ജോസഫ് മനക്കിളച്ചനെ കർത്താവ് പരിചയപ്പെടുത്തുന്നത്. ജോസഫ് മനക്കിളച്ചൻ 74 വയസ്സുണ്ടായിരുന്നു അച്ഛന്. കേരളത്തിലെ ഒട്ടുമിക്ക ലാറ്റിൻ ബിഷപ്പ്മാരെ പഠിപ്പിച്ച അച്ഛനാണ്. അച്ഛൻ ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്ന് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ ബൈബിൾ കൺവെൻഷനായി പോയി. അങ്ങനെ പൗലോസ് പറഞ്ഞതുപോലെ ഓടി 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 ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് അരോമ TV-യിൽ കർത്താവിൻ്റെ ദൈവമക്കളുടെ നടുവിൽ. സ്തോത്രം. ഇറങ്ങണ പട്ടി എന്ന് പറഞ്ഞ് എൻ്റെ സഹോദരങ്ങൾ ഇപ്പോഴെന്നെ വിളിച്ചിട്ട് പറയും, അച്ഛാ കുടുംബത്തിൽ ഇന്ന കാര്യമുണ്ട്, അച്ഛൻ വരണം, പ്രാർത്ഥിക്കണം. നിന്ദിക്കുന്നവരുടെ ഇടയിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവായ യേശുവാണ്. സ്തോത്രം. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇറക്കാനായിട്ട് മുൻകൈയെടുത്തത് കാനഡയിലുണ്ടായിരുന്ന എൻ്റെ സഹോദരനാണ്. എന്നാൽ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തെ കർത്താവ് ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹം സ്നാനപ്പെട്ടു. അവിടെ കാനഡയിൽ KC ജോൺ പാസ്റ്ററിൻ്റെ മോൻ്റെ ജയിൻ്റെ കൂട്ടായ്മയിൽ കർത്താവിനെ ആരാധിക്കുകയായിരുന്നു. സ്തോത്രം. അപ്പോൾ സത്യം നിങ്ങളറിയും, സത്യം നിങ്ങളെ സ്വന്തമാക്കും. ഇന്ന് ഞാൻ ഈ സത്യം അറിഞ്ഞ് പെന്തക്കോസ്ത് മാർഗത്തിൽ വന്ന ഒത്തിരി ധ്യാനഗുരുക്കന്മാരുടെ ഒരു കൂട്ടായ്മ ഇവിടെ എറണാകുളത്തുണ്ട്. ജോഷുവ ജനറേഷൻ കോർണർസ്റ്റോൺ ചർച്ച്. ആ ചർച്ചിനോട് ചേർന്ന് നിന്ന് എൻ്റെ കർത്താവിൻ്റെ സുവിശേഷ വേല കുടുംബമായി ഞാൻ ചെയ്യുന്നു. വൈഫിൻ്റെ പേര് സുഷമ, മോൻ്റെ പേര് ഹാനോക്ക് ആണ് എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് വലിയ സഹായമായിട്ട് കർത്താവ് തന്നിരിക്കുന്നത്. അവൻ അത്യാവശ്യം ഓർഗൻ വായിക്കും, പാട്ട് പാടും, എഡിറ്റ് ചെയ്യും, ഞാൻ പാടുന്ന പാട്ട് റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഡെയിലി മെസ്സേജും എൻ്റെ പാട്ടും മോനാണ് റെഡിയാക്കി തരുന്നത്. അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ ഞങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ഒത്തിരി നന്ദിയുണ്ട് അരോമ TV-യിൽ ഇങ്ങനൊരു സാക്ഷ്യം പറയാനും എൻ്റെ അനുഭവം പങ്കുവയ്ക്കുവാനും ഒരവസരം തന്ന ദൈവദാസനും എന്നെ ശ്രവിച്ച ദൈവങ്ങൾക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. എല്ലാവരെയും അധികമായി കർത്താവായി യേശു അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുക. ഇത് മാത്രം അനുസരിച്ചാൽ മതി. ബൈബിളും പ്രാർത്ഥനയും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ബൈബിളും പ്രാർത്ഥനയും. ഒബേ ദ ഹോളി സ്പിരിറ്റ്. കർത്താവായ യേശുവിനെ അനുസരിക്കുക. ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയുടെ വിശ്വസ്തോടെ നിന്ന് അനേക മക്കളെ
ജീവിത സാക്ഷ്യത്തിലൂടെ അനേകരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ നമ്മൾ ഓരോരുത്തരെയും കർത്താവിൻ്റെ കയ്യിൽ ഉപകരണമായി സമർപ്പിക്കുക. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അധികമായി അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ പാസ്റ്ററിൻ്റെ കുടുംബത്തെയും ദൈവം അധികമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന സ്വർഗീയ തിരഞ്ഞെടുപ്പിനായി സ്തോത്രം. കർത്താവെ, ഇന്ന് അരോമ ടി വിയിലൂടെ എന്നെ ശ്രവിച്ച ഓരോ മക്കളെയും കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മനുഷ്യ ഭയമാവുന്ന കെണി വിട്ടു മാറട്ടെ. അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ തക്കവണ്ണം ഈ ജീവിതത്തിൽ തന്നെ കർത്താവെ സ്നാനപ്പെട്ട് അവൻ നിന്നോട് ചേരുവാനുള്ള കൃപ കൊടുക്കണമേ. അവർ സ്നാനപ്പെടുന്നതിന് തടസ്സം നിൽക്കുന്ന എല്ലാ കുടുംബ ബന്ധങ്ങളും മാറട്ടെ. എല്ലാ മതത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. എല്ലാ മനുഷ്യഭയവും വിട്ടുമാറട്ടെ. ഈ രാത്രിയിലപ്പാ ഞങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങും. അവിടുന്നല്ലോ ഞങ്ങൾ നിർഭയം വസിക്കുമാറാക്കുന്നത്. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ക്രിസ്തുനച്ചൻ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. ഞാൻ ശ്രദ്ധയോടെ അതിവസാനം ദേവദാസൻ്റെ ജീവിതാനുഭവങ്ങളെ ശ്രവിക്കുകയുണ്ടായി. നല്ല ബാല്യത്തിൽ തന്നെ ദൈവം ശമൂവേൽ ബാലനെ വിളിച്ചു വേർതിരിച്ചതുപോലെ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തു. എന്നാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ, ഒരു കാലഘട്ടത്തേക്ക് ശമൂവേൽ ബാലൻ ദേവാലയത്തിൽ തന്നെ ആയിരുന്നു. എന്നാൽ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശമൂവേലിനെ അഭിഷേകം ചെയ്ത് ഒരു നിയോഗത്തോടുകൂടി മറ്റൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുവാനും ഉപയോഗിക്കുവാനും ഇടയായി തീർന്നു. പിന്നത്തേതിൽ മറ്റനേക പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിൻ്റെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ ദൈവം അധികാരപ്പെടുത്തി. ഒരു ഘട്ടത്തിൽ നമ്മൾ ഒതുങ്ങിയിരിക്കേണ്ടുന്ന, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ദൈവം നമ്മെ പഠിപ്പിക്കേണ്ടുന്ന ട്രെയിനിങ് പീരീഡുണ്ട്. ആ ഒരു കാലയളവിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ആഗ്രഹിക്കാത്ത ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. എന്നാൽ തക്ക സമയമാകുമ്പോൾ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ, ആമേൻ, അതല്ല മാറായ മധുരമാക്കിയതുപോലെ ജീവിതത്തെ മനോഹരമാക്കുവാൻ, മധുരമുള്ളതാക്കുവാൻ, കർത്താവിന് പ്രയോജനമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കുവാൻ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുക്കുന്ന ആ പദ്ധതി എന്ന് പറയുന്നത്, അത് ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഒരു മനുഷ്യൻ്റെയും കണ്ണുകൊണ്ടോ ചെവി കൊണ്ടോ ഹൃദയം കൊണ്ടോ മനസ്സിലാക്കുവാൻ കഴിയാകുന്നതിനപ്പുറമായ ദൈവീയ പ്ലാനും പദ്ധതിയുമാണ്. അതിനെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. അതൊരു മതത്തിനോ പ്രസ്ഥാനത്തിനോ വ്യക്തികൾക്കോ നിയമങ്ങൾക്കോ തടയുവാൻ കഴിയത്തില്ല. പകരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ വ്യക്തിയിൽ പ്രവഹിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെ ഒരു സാക്ഷ്യം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആമേന് ഓങ്ങിപ്പിടിച്ച പടവാളുമായിട്ട് നിൽക്കുന്ന ഒരു പടയാളിയെ പോലെയുള്ള ഒരു അഭിഷേകമാണ്, ഒരു അധികാരമാണ് കർത്തൃവൃത്തിൻ്റെ മേൽ ദൈവം പകർന്നിരിക്കുന്നതെന്ന് ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ആ വാളിന് മൂർച്ച ഒട്ടും കുറയാതെ എന്നും അത് മൂർച്ചയേറിയതായി തുടർന്നും ആമേൻ അത് ഉയർത്തിപ്പിടിക്കുവാൻ, അത് എവിടെയൊക്കെ അത് കൊള്ളുന്നുവോ അവിടെയൊക്കെ വിടുതൽ നടക്കും, അവിടെയൊക്കെ അത്ഭുത പ്രവൃത്തികൾ നടക്കുവാനിടയായിത്തീരും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ സാക്ഷ്യം ഇതുവരെ കേട്ടിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ആമേൻ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഈ ജീവിതാനുഭവം ഇടയായിത്തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അനേക പ്രിയപ്പെട്ടവരെ വിടുതലിലേക്ക് നയിക്കുവാൻ, മതത്തിൻ്റെ ചങ്ങലകളാൽ, ആ കരാളഹസ്തങ്ങളാൽ മുറുകെ പിടിക്കപ്പെട്ടിരിക്കുന്ന അനേക വ്യക്തികൾ ആ ഇരുട്ടിൻ്റെ തടവറയിൽ നിന്ന് പുറം ലോകത്തേക്ക് വരുവാൻ മുഖാന്തരമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതങ്ങനെ സംഭവിക്കട്ടെ. തീർച്ചയായിട്ടും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ ഇപ്പോൾ നടന്നിരിക്കുക. തക്ക സമയമാകുമ്പോൾ അമ്മ തൻ്റെ കുഞ്ഞിന് പ്രസവിക്കുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ ഉരുവായ ക്രിസ്തു ആമേൻ പുറത്തു വരും, യാതൊരു സംശയവുമില്ല. ആകയാൽ നിങ്ങളിൽ ഉരുവായ ക്രിസ്തുവിനെ കൊന്നുകളയാതെ ആമേൻ യേശു നിങ്ങളിൽ വളരേണ്ടതിന് നിങ്ങൾ അവസരം കൊടുക്കൂ. അത് ദൈവത്തിൻ്റെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ വളരേണ്ടതിന് അവസരങ്ങളെ ഒരുക്കി കൊടുക്കൂ. നിശ്ചയമായിട്ടും
ചുറ്റുമുള്ള എല്ലാ ഇരുട്ടും മാറിപ്പോകുവാനിടയായിത്തീരും. വലിയ ദൈവപ്രവൃത്തി നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സമൂഹത്തിലും വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങൾ കർത്താവിന് പ്രവർത്തിക്കുവാൻ അവസരം കൊടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും ലാസർ കല്ലറയിൽ നിന്ന് പുറത്തു വന്നതുപോലെ മരിച്ച് നാറ്റം വച്ച അനുഭവത്തിൽ നിന്ന് പല പ്രിയപ്പെട്ടവരും പുറത്തു വരുവാൻ ഇടയായിത്തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ആകയാൽ ഈ ജീവിതാനുഭവം, ഈ സാക്ഷ്യം, ആമേൻ, അത് നിങ്ങളുടെ വിടുതലിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ആകയാൽ ദൈവസന്നിധിയിൽ നിങ്ങളായിരിക്കുന്നിടത്ത് ഒരു നിമിഷം കണ്ണുനീരോടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകൂ. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ ദൈവം ആരംഭിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യവും വചനചിന്തകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കൂ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചു വരുന്നു. നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെടൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അത്ഭുതം നടക്കുന്നത് ഞങ്ങൾ വിശ്വാസക്കണ്ണാൽ കാണുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനും കുടുംബത്തിനും ഞങ്ങളുടെ വന്ദനങ്ങളെയും നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.